20-ാം നൂറ്റാണ്ടിൽ നിന്ന് 21-ാം നൂറ്റാണ്ടിലേക്ക് വിദ്യാഭ്യാസം എത്തിയപ്പോൾ അനേകം പരിണാമങ്ങൾക്ക് വിധേയമായി തീർന്നു കഴിഞ്ഞു. ലോകത്തെ വികസിത രാജ്യങ്ങൾ മുഴുവൻ ഈ മാറ്റം സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം, ഘടന, ഉള്ളടക്കം, പ്രയോഗം, പ്രയോജനം എന്നിവയിലെല്ലാം ആഗോളതലത്തിൽ വലിയൊരു മാറ്റം സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഒന്നാമത്തെ മാറ്റം എന്ന് പറയുന്നത് 9 ഘടകങ്ങളിലാണ് ഈ മാറ്റം കാണുന്നത്. ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് 20-ാം നൂറ്റാണ്ടിൽ വിദ്യാഭ്യാസം ശാസ്ത്ര കേന്ദ്രീകൃതമായിരുന്നുവെങ്കിൽ ഈ പുതിയ നൂറ്റാണ്ടിൽ 21-ാം നൂറ്റാണ്ടിൽ വിദ്യാഭ്യാസം സാങ്കേതിക വിദ്യയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. പുതിയ വിദ്യാഭ്യാസ നയവും അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. 2, 20-ാം നൂറ്റാണ്ടിൽ വിദ്യാഭ്യാസം അറിവിൽ കേന്ദ്രീകൃതമായിരുന്നുവെങ്കിൽ പുതിയ നൂറ്റാണ്ടിൽ വിദ്യാഭ്യാസം കഴിവിൽ കേന്ദ്രീകൃതമാണ്. പുതിയ വിദ്യാഭ്യാസ നയം അത് ഊന്നി പറയുന്നുണ്ട്. 20-ാം നൂറ്റാണ്ടിൽ വിദ്യാഭ്യാസം വിജ്ഞാന കേന്ദ്രീകൃതമായിരുന്നുവെങ്കിൽ 21-ാം നൂറ്റാണ്ടിൽ വിദ്യാഭ്യാസം തൊഴിൽ കേന്ദ്രീകൃതമായി മാറിയിരിക്കുന്നു. 4, 20-ാം നൂറ്റാണ്ടിൽ വിദ്യാഭ്യാസം കേൾവിയിലൂടെയാണ് വിജ്ഞാനം നമ്മൾ സമ്പാദിച്ചിരുന്നത് എങ്കിൽ ശ്രവണ കേന്ദ്രീകൃതമായിരുന്നുവെങ്കിൽ 21-ാം നൂറ്റാണ്ടിൽ വിദ്യാഭ്യാസം കാഴ്ചയിൽ കേന്ദ്രീകൃതമാണ്, സീയിങ്ങിൽ കേന്ദ്രീകൃതമാണ്. 5, 20-ാം നൂറ്റാണ്ടിൽ വിദ്യാഭ്യാസം അധ്യാപകനിലാണ് കേന്ദ്രീകരിച്ചിരുന്നത് എങ്കിൽ 21-ാം നൂറ്റാണ്ടിൽ വിദ്യാഭ്യാസം വിഭവങ്ങളിൽ, റിസോഴ്സിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അറിവിന്റെ കേന്ദ്രമായി അധ്യാപകനല്ല, മറിച്ച് ചില വെബ്സൈറ്റുകളോ അല്ലെങ്കിൽ നോളജ് മൾട്ടിമീഡിയ കണ്ടന്റുകളായി മാറിയിരിക്കുന്നു. 6, 20-ാം നൂറ്റാണ്ടിൽ വിദ്യാഭ്യാസം സ്ഥല കേന്ദ്രീകൃതമായിരുന്നു. ഒരു സ്കൂളിൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിലായിരുന്നുവെങ്കിൽ 21-ാം നൂറ്റാണ്ടിൽ വിദ്യാഭ്യാസം സ്ഥലത്തിൽ നിന്നും മോചിതമായി എനിവേയർ എന്നുള്ള തരത്തിലേക്ക് മാറിക്കഴിഞ്ഞു. 7, 20-ാം നൂറ്റാണ്ടിൽ വിദ്യാഭ്യാസം സമയ കേന്ദ്രീകൃതമായിരുന്നുവെങ്കിൽ 21-ാം നൂറ്റാണ്ടിൽ വിദ്യാഭ്യാസം സമയ സ്വതന്ത്രമായി എനി ടൈം, നൈറ്റ്, ഓൺ ജേണി, എവിടെ വരെ വേണമെങ്കിലും പഠിക്കാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു ചേർന്നു. 8, 20-ാം നൂറ്റാണ്ടിൽ വിദ്യാഭ്യാസം പേപ്പർ കേന്ദ്രീകൃതമായിരുന്നു. അച്ചടി, പാഠപുസ്തകം, നോട്ട് ബുക്ക് കേന്ദ്രീകൃതമായിരുന്നുവെങ്കിൽ പുതിയ നൂറ്റാണ്ടിൽ വിദ്യാഭ്യാസം ഡിജിറ്റൽ കേന്ദ്രീകൃതമായി പേപ്പർലെസ് ആയി മാറിക്കഴിഞ്ഞു. 9, 20-ാം നൂറ്റാണ്ടിൽ വിദ്യാഭ്യാസം യാഥാർത്ഥ്യ കേന്ദ്രീകൃതമായിരുന്നുവെങ്കിൽ 21-ാം നൂറ്റാണ്ടിൽ വിദ്യാഭ്യാസം വെർച്വൽ കേന്ദ്രീകൃതമായി മാറി. ഈ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ടാണ്, ഈ മാറ്റങ്ങളെയെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് പുതിയ ഒരു വിദ്യാഭ്യാസ നയത്തിന് നമ്മുടെ ഗവൺമെന്റ് രൂപം നൽകിയിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഈ നയത്തെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു അക്കാദമികമായ ഒരു മേഖലയിൽ തലത്തിൽ നിന്നുകൊണ്ട് മാത്രം വിലയിരുത്തുകയാണ്. ഇതിന്റെ പൊളിറ്റിക്കലായിട്ടുള്ള പല ഡിബേറ്റുകളും നടന്നുകൊണ്ടിരിക്കുമ്പോഴും എന്താണ് നയം എന്ന് മാത്രമാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. അതിന്റെ ഗുണമെന്ത് ദോഷമെന്ത് എന്നുള്ളത് നമ്മൾ പൊതു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അതിലേക്ക് കിടക്കുന്നില്ല. പക്ഷെ നയം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. 2020 ജൂലൈ 29-ന് കേന്ദ്ര ഗവൺമെന്റ് ഒരു നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസിക്ക് അംഗീകാരം നൽകി. പുതിയ വിദ്യാഭ്യാസ രീതി എന്ന് പറയുന്നത് ഘടനയിലും ഉള്ളടക്കത്തിലും ലക്ഷ്യത്തിലും സംവിധാനത്തിലും എല്ലാം ഏറെ മാറ്റങ്ങൾ ഉണ്ടായ ഒരു നയമാണ്. ഇത് നയം മാത്രമാണ്. ഈ നയത്തിൽ നിന്ന് ഇനി രൂപപ്പെടേണ്ടത് ചിലപ്പോൾ ഒരു ആക്ട്, ഇത് പോളിസി ഡോക്യുമെന്റ് മാത്രമാണ്. ഇവിടെ നിന്ന് ആക്ടോ അല്ലെങ്കിൽ റെഗുലേഷനോ വന്നിട്ട് വരും വർഷങ്ങളിൽ ഇവർ തന്നെ പറയും, കസ്തൂരിരംഗൻ കമ്മിറ്റി തന്നെ പറയുന്നു, അടുത്ത 10 വർഷം കൊണ്ട് ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖല 2030 ഈ പറയുന്ന നയത്തിന് അധിഷ്ഠിതമായി വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഒന്നാമത്തെ മാറ്റം, ഇന്നലെ വരെ ഉണ്ടായിരുന്ന 10-2 എന്ന രീതി അവസാനിച്ചു. 10-2-3-2, 10 വർഷം സ്കൂള്, 2 വർഷം ഹയർ സെക്കൻഡറി, 3 വർഷം ഡിഗ്രി, 2 വർഷം PG. ആ രീതിയിൽ മാറ്റം വന്നു. പുതിയ രീതി 5-3-3-4 എന്നതിലേക്ക് മാറിപ്പോയി. 5 വരെ പ്രീ സ്കൂൾ, 6 മുതൽ 8 വരെ മിഡ് സ്കൂൾ, 8 മുതൽ 11 വരെ ഹൈസ്കൂൾ, 12 ഇല്ല, പകരം 12 കൂടി ചേർത്ത് 4 വർഷത്തെ ഡിഗ്രി. ഇതാണ് അതിന്റെ ഘടനയിൽ വന്ന
ഒന്നാമത്തെ മാറ്റം എന്ന് പറയുന്നത്. 2, എല്ലാ ബിരുദങ്ങളും ഇനി 4 വർഷമായി മാറുകയാണ്. അതാണ് മറ്റൊരു മാറ്റമായിട്ട് നമ്മൾ കാണുന്നത്. 3, 6 വയസ്സ് മുതൽ തൊഴിൽ പഠനം ആരംഭിക്കുന്നു. ഒരു തൊഴിൽ കൂടി 6ാം ക്ലാസ് മുതൽ തൊഴിൽ പഠനം ആരംഭിക്കുന്നു. ഒരു തൊഴിൽ കൂടി 6ാം ക്ലാസ് മുതൽ വിദ്യാർത്ഥി പഠിച്ചു തുടങ്ങുകയാണ്. മറ്റൊന്ന്, 8ാം ക്ലാസ് മുതൽ 11ാം ക്ലാസ് വരെയും എല്ലാ വിഷയവും പഠിക്കണമെന്നില്ല. ഐച്ഛിക വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് പഠിക്കാം. അതായത് ഇപ്പോഴത്തെ വേദാന്ത ഹയർ സെക്കൻഡറിയുടെ ലെവലിലേക്ക് സംഭവങ്ങൾ മാറുന്നു. ഇനിയും മറ്റൊന്ന്, എല്ലാ ബിരുദങ്ങളും മുഖ്യ വിഷയവും ഉപവിഷയവും ഉണ്ടാകും. ഒരു മെയിൻ വിഷയം, അത് ചിലപ്പോൾ സയൻസ് ആണെങ്കിൽ ഉപവിഷയമായി സംഗീതമോ ഡാൻസോ മറ്റു കലാപരമായിട്ടുള്ള കാര്യങ്ങളോ പഠിക്കാനുള്ള മാറ്റം. മറ്റൊന്ന്, എല്ലാ ഉന്നത പഠനവും ഒറ്റ അതോറിറ്റിയുടെ കീഴിലേക്ക് ആകുന്നു. UGCയും UGCയും AICTയും ലയിപ്പിക്കുന്നു. മറ്റൊന്ന്, എല്ലാ സർവകലാശാലകൾക്കും സ്വകാര്യ സർവകലാശാലകൾ ഉൾപ്പെടെ ഒരേ ഗ്രേഡിങ്ങും ഒരേ നിയമാവലിയും ഉണ്ടാകാൻ പോകുന്നു. രാജ്യത്തെ എല്ലാ അധ്യാപകർക്കും സ്കൂൾ, ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ ഒരേ തരത്തിലുള്ള ഏകീകൃതമായ ഒരു ട്രെയിനിങ് ആരംഭിക്കുന്നു. മറ്റൊന്ന്, കുട്ടികളെ 3 വയസ്സ് വരെ പഠിപ്പിക്കുന്നതിന് വീട്ടിലിരുത്തി പഠിപ്പിക്കാൻ വേണ്ടി രക്ഷിതാക്കൾക്ക് ഒരു പുതിയ പഠന പദ്ധതി, പാഠ്യപദ്ധതി ഉണ്ടാകുന്നു. ഇനി 3 മുതൽ 6 വരെ പ്രീ സ്കൂളിൽ പഠിപ്പിക്കുന്നതിന് വേണ്ടി മറ്റൊരു പാഠ്യപദ്ധതിയും ദേശീയ തലത്തിൽ തന്നെ ഉണ്ടാകാൻ പോകുന്നു. മറ്റൊന്ന്, എല്ലാ സ്കൂൾ പരീക്ഷകളും സെമസ്റ്ററായി മാറുവാൻ പോകുന്നു. ഇനി മറ്റൊന്ന്, ഏതെങ്കിലും വിഷയത്തിൽ ആഴത്തിലുള്ള അറിവ് ലഭിക്കുന്ന വിധത്തിൽ സിലബസ് ഒന്നുകൂടി ചുരുങ്ങി ഒതുങ്ങി ഇൻഡെപ്തിലേക്ക് മാറാൻ പോകുന്നു. 18, പ്രായോഗിക തലത്തിലും പ്രവർത്തനത്തിലും കൂടുതൽ ഊന്നൽ നൽകിയുള്ള പഠന രീതി വരുന്നു. മോർ പ്രാക്ടിക്കൽ ബേസ് ആയിട്ട് മാറുന്നു. മറ്റൊന്ന്, ബിരുദ പഠനത്തിന് ഓരോ വർഷവും ഓരോ പ്രത്യേക അംഗീകാരം, സർട്ടിഫിക്കറ്റ് നൽകുന്നു. 1 വർഷം പൂർത്തിയായാൽ സർട്ടിഫിക്കറ്റ്, 2 വർഷം പൂർത്തിയായാൽ അഡ്വാൻസ് ഡിപ്ലോമ, 4 വർഷം പൂർത്തിയായാൽ ഡിഗ്രി. ഇടയ്ക്ക് വെച്ച് പഠനം മുടങ്ങിയാലും നഷ്ടം വരാത്ത തരത്തിൽ അതിനെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്യുകയാണ്. ഇനി 3, 5, 8, 10 ഒന്ന് ഇന്റർഫിയർ ചെയ്തോട്ടെ. സാർ റിക്വസ്റ്റ് ഉണ്ട്, മൈക്കത്തിലൂടെ അടുത്ത് വെക്കണം. അപ്പൊ എനിക്കൊന്ന് ചില ഫോണുകളിൽ കേൾക്കണില്ല തോന്നുന്നു. അല്ല, ഞാനത് കുറച്ചുകൂടെ എനിക്കത് മെസ്സേജ് കിട്ടി, കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്തായിരുന്നു. കേൾക്കാൻ പറ്റില്ല ഇപ്പം? ഞങ്ങൾക്ക് കേൾക്കാൻ ആർക്കോ കേൾക്കണില്ല തോന്നുന്നു. ഒരാള് മെസ്സേജ് അല്ല, ഞാൻ ആ മെസ്സേജ് കണ്ടു. മെസ്സേജ് കണ്ടതുകൊണ്ട് ഞാൻ എന്റെ സൗണ്ടിന്റെ വോളിയവും കൂട്ടി ഞാനും മൈക്രോഫോൺ തമ്മിലുള്ള അകലം കുറയ്ക്കുകയും ചെയ്തു. ഇപ്പൊ കുഴപ്പമില്ല. കേൾക്കാം സാർ. എന്റെ വോളിയം ഞാൻ ട്യൂൺ ചെയ്തായിരുന്നു, കുഴപ്പമില്ല. അപ്പോൾ മറ്റൊന്ന്, 3, 5, 8, 11 ക്ലാസ്സുകളിൽ ഒരു നിർബന്ധിത പരീക്ഷ. ബാക്കി പരീക്ഷകൾ അതാത് സ്കൂളുകളിൽ നടത്തുന്ന ലഘുവായ ഒരു പരീക്ഷയായിട്ട് മാറുന്നു. സർവകലാശാല കോളേജ് പ്രവേശനത്തിന് ഒരു നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, ഒരു പ്രവേശന പരീക്ഷ വരുന്നു. ഇനി B.Ed എന്ന് പറയുന്നത് 1 വർഷമല്ല, അത് ഇന്റഗ്രേറ്റഡ് B.Ed ആണ്. ഡിഗ്രി വിത്ത് B.Ed 4 വർഷത്തെ ഒരു പഠനം കോഴ്സായിട്ട് മാറുന്നു. വിദ്യാഭ്യാസ അവകാശ നിയമം 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസമായിരുന്നുവെങ്കിൽ അത് മാറ്റിയിട്ട് 3 വയസ്സ് മുതൽ 18 വയസ്സ് വരെ സൗജന്യ നിർബന്ധിത വിദ്യാഭ്യാസമായി മാറുന്നു. ഇനി മറ്റൊന്ന് നമ്മൾ കാണുന്നത്, സ്കൂൾ നിലവാരം ഉയർത്തുവാൻ വേണ്ടി ഒരു സ്കൂൾ ക്വാളിറ്റി അക്രഡിറ്റേഷൻ സംവിധാനം നിലവിൽ വരാൻ പോകുന്നു. മൂല്യനിർണയത്തിലെ മാനദണ്ഡങ്ങൾ മാറുന്നു. അറിവ് മാത്രമല്ല, കഴിവും മൂല്യബോധവും എല്ലാം മൂല്യനിർണയ രീതിയിലൂടെ പരിശോധിക്കുവാൻ പോകുന്നു. ഇനി പുതിയ സ്കൂൾ പാഠ്യപദ്ധതി ഏതാണ്ട് 2020-21 തയ്യാറാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ എന്നാണ് എന്ന് പറഞ്ഞിട്ടില്ല. എങ്കിലും അടുത്ത 10 വർഷം കൊണ്ട് ഈ മാറ്റം പൂർത്തിയാക്കുമെന്നുള്ള ഒരു നിർദ്ദേശം മുമ്പോട്ട് വന്നിട്ടുണ്ട്.
5 വയസ്സ് വരെ 5ാം ക്ലാസ് വരെയുള്ള പഠനത്തിന് മാതൃഭാഷയിൽ ഊന്നിയുള്ള പഠനത്തിന് മുൻതൂക്കം നൽകുന്നു. മറ്റൊന്ന് അതിൻ്റെ ഒരു ഫൈനാൻഷ്യൽ മാറ്ററാണ്. GDP 6% വരെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് നീക്കിവെക്കണമെന്ന നിർദ്ദേശമുണ്ട്. ഇപ്പോൾ അത് 3%മോ 3% പല സംസ്ഥാനങ്ങളിലും നിലനിൽക്കുന്നത്. മറ്റൊന്ന്, യുനെസ്കോയുടെ ഒരു പഠനമനുസരിച്ച് ഒരു വർഷം 4 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് വിദേശത്തേക്ക് പോകുന്നു. അത് തടയുന്നതിന് വേണ്ടി വിദേശ സർവകലാശാലകൾക്ക് ഇവിടെ ക്യാമ്പസ് ആരംഭിക്കാം എന്ന നിർദ്ദേശം മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. 2030 കൂടി എല്ലാവർക്കും സ്കൂൾ പ്രവേശനം, 100% സാക്ഷരത, 50% പേർക്ക് ഉന്നത വിദ്യാഭ്യാസം, അത് ഇന്ന് 18.6 നിൽക്കുകയാണ്. ഇങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു സമഗ്രമായ ഒരു അഴിച്ചുപണി നമ്മൾ കാണുന്നു. മനഃപാഠമായി പഠിക്കുന്നതിന് പകരം വിദ്യാർത്ഥിയുടെ താല്പര്യം, അറിവ്, കഴിവ്, കലാവാസന, കായിക വാസന ഇവയെല്ലാം അളന്ന് ഉള്ള ഒരു പ്രത്യേക മൂല്യനിർണയ സംവിധാനം മുമ്പോട്ട് വരുന്നു. ഇത്തരത്തിൽ ഏതാണ്ട് പുതിയ ഒരു 35 പുതിയ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചുകൊണ്ടാണ് കസ്തൂരിരംഗൻ കമ്മിറ്റിയുടെ സാറിന്റെ വോയിസ് എനിക്ക് ബ്രേക്ക് ആവുന്നുണ്ട്, മറ്റുള്ളവരുടെ അവസ്ഥ അറിയില്ല. ഓഡിബിൾ അല്ല, കേൾക്കുന്നില്ല. I think internet problem. Freeze ആയിരിക്കുക. നാഷണൽ എഡ്യൂക്കേഷണൽ വോയിസ് ബ്രേക്ക്. Internet issue ആണ്. കേന്ദ്ര ഗവൺമെന്റ് സാറ് മ്യൂട്ടിലാണ്. കേൾക്കാവോ? കേൾക്കാം സാർ, കേൾക്കാം. കേൾക്കാവോ? ഹലോ. ഓക്കെ. കസ്തൂരിരംഗൻ സാർ ആ സെക്ഷൻ തൊട്ടൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാവോ? കേട്ടില്ലായിരുന്നു. ഓക്കെ. ഇവിടെ 2 കാര്യങ്ങൾ ഉള്ളത്. ഒന്ന്, ഈ പോരായ്മകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഏതാണ്ട് 3 പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു വിദ്യാഭ്യാസ നയം മുൻപോട്ട് വരുന്നത്. അപ്പോൾ നമ്മൾക്ക് 968-ലും 86-ലും 92-ലുമൊക്കെ ചില പുതുക്കലുകൾ വന്നു എങ്കിൽ പോലും സമഗ്രമായ ഒരു അഴിച്ചുപണി നമ്മൾ കാണുന്നത് ഏതാണ്ട് 34 വർഷം ചേർന്നാണ്. 2018 അതിനൊരു കാരണമുണ്ട്. 2018 ലോകബാങ്ക് തയ്യാറാക്കിയ മനുഷ്യ മൂലധന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം വളരെ പിന്നിലാണ്. 157 രാജ്യങ്ങളുടെ മനുഷ്യ മൂലധന ക്വാളിറ്റിയുടെ പരിശോധനയിൽ കേരളത്തിന്റെ സ്ഥാനം 115-ാമതാണ്. എന്നാൽ ജനസംഖ്യയുടെ 65% ഏതാണ്ട് നമ്മൾ പറയുന്നത് തൊഴിൽ പ്രായത്തിലുള്ള ഒരു രാജ്യം ഇന്ത്യ മാത്രമേ ഉള്ളൂ.
അപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ ഒരു പുനഃക്രമീകരണം നടന്നപ്പോൾ രണ്ട് കാര്യങ്ങൾ ഊന്നൽ കൊടുത്തു. ഒന്ന്, തൊഴിലധിഷ്ഠിതമായ പഠന രീതി 6ാം ക്ലാസ് മുതൽ. 2, തൊഴിൽ കഴിവുകൾ, എംപ്ലോയബിലിറ്റി സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നതിന് 6ാം ക്ലാസ് മുതൽ ഊന്നൽ നൽകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവിടെ അടുത്ത 10 വർഷം കൊണ്ട് ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖലയെ അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുന്ന ഗുണമേന്മയിലൂന്നിയുള്ള ഒരു അടിത്തറയാണ് കസ്തൂരിരംഗൻ കമ്മിറ്റി മുമ്പോട്ട് വെച്ചത്. അംഗനവാടി മുതൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വരെ ഗുണമേന്മ, സുസ്ഥിര വികസനം ഇവയിലൂന്നിക്കൊണ്ടുള്ള ഒരു രാജ്യത്തിന്റെ വികസനം എന്നുള്ള ഒരു വലിയ ഒരു ദൗത്യമാണ് ഈ വിദ്യാഭ്യാസ നയം ഏറ്റെടുത്തിരിക്കുന്നത്. അതിൻ്റെ പൂർണ്ണതയിലേക്ക് അത് കടന്നു പോകുമെന്ന് നമുക്ക് ഇവിടെ ഈ ഒരു അടുത്ത 10 വർഷം കൊണ്ട് അതിന് മാറ്റമുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്തരത്തിലാണ് നമ്മൾ ഇതിൻ്റെ ഒരു വളർച്ചയെ നമ്മൾ ഇവിടെ വിലയിരുത്തുന്നത്. അപ്പൊ വിദ്യാഭ്യാസ മേഖലയെയും വിജ്ഞാന മേഖലയിലും ഊന്നിയും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് സന്തോഷ് സാറ് നാണു സാറ് സൂചിപ്പിച്ചതുപോലെ രണ്ടാമത്തെ മേഖലയിലേക്ക് കൂടി പോകുന്നു. അത് സിവിൽ സർവീസിന്റെ ഒരു മേഖലയാണ്. നമ്മൾ ഇന്ന് വളരെയേറെ ചിന്തിക്കേണ്ട ഒരു സമയമാണ്. നിരവധി തൊഴിലവസരങ്ങൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് മുമ്പിലുണ്ട്. സിവിൽ സർവീസ് എന്ന് പറയുമ്പോൾ പല സിവിൽ സർവീസുകളുണ്ട്. ഒന്ന്, UN സിവിൽ സർവീസ്. നമ്മളുടെ ബഹുമാനപ്പെട്ട മുൻ മന്ത്രി MP ശശി തരൂര് സേവനമനുഷ്ഠിച്ച മേഖല. അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഒരു സർവകലാശാല യോഗ്യതയാണ്. സ്റ്റാർട്ടിംഗ് സാലറി സ്കെയിൽ 5 ലക്ഷത്തിന് മുകളിലാണ് വിത്തൗട്ട് ടാക്സ്. അത് ഒന്നാമത്തെ മേഖല. 2, ഇന്ത്യൻ സിവിൽ സർവീസ്. 3, സ്റ്റേറ്റുകളുടെ സിവിൽ സർവീസ്, അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുകൾ. 4, ഈ IAS IPSന്റെ തൊട്ട് താഴെ വരുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. അതും ക്വാളിഫിക്കേഷൻ ഒരു യൂണിവേഴ്സിറ്റി ഡിഗ്രിയാണ്. ഇങ്ങനെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ, അവരുടെ മുമ്പിൽ ഓരോ വർഷവും ശരാശരി 20,000-ഓളം വേക്കൻസികളാണ് ഉള്ളത്. പല വിദ്യാർത്ഥികൾക്കും അത് അറിഞ്ഞുകൂടാ. എന്താണ് പഠിക്കേണ്ടത് എന്ന് അറിഞ്ഞുകൂടാ, എങ്ങനെ പഠിക്കണമെന്ന് അറിഞ്ഞുകൂടാ. ചിലർ വളരെ ഭയത്തോടു കൂടി അതിനെ കാണുന്നു. എനിക്ക് പറ്റിയതല്ല, ഞാനെങ്ങും അവിടെ നിന്ന് രക്ഷപ്പെടില്ല. ഇത് സാധാരണക്കാരുടെ ഒരു മേഖലയാണ്. 1994, 95, 96 കാലഘട്ടത്തിൽ കേരളത്തിൽ നിന്ന് സിവിൽ സർവീസിലേക്ക് ആരും ജയിച്ചില്ല. IAS IPS മേഖലയിൽ ആരും വന്നില്ല. ആ കാലഘട്ടത്തിലാണ് സത്യത്തിൽ ഒരേ സമയത്ത് ബഹുമാനപ്പെട്ട അലക്സാണ്ടർ ജേക്കബ് സാർ എന്ന DGP ആയിരിക്കുന്ന അലക്സാണ്ടർ ജേക്കബ് സാറും ഞാനും ഉൾപ്പെടെ ഇത് ഞങ്ങൾ പ്രത്യേകമായിട്ട് ഇതൊരു പ്രത്യേകമായ പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിച്ചു. 96-ൽ ഞാൻ പാലായിൽ പരിശീലനം ആരംഭിച്ചു. ഒരു സിബി ജോർജ് പൊടിമറ്റം IFS കിട്ടിയ ഒരു പയ്യൻ മുമ്പോട്ട് വന്നു. പിന്നീട് ആ സ്ഥാപനം പാലായിൽ ഒരു സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടായി മാറി. ഇന്ന് ഇന്ത്യയിൽ ഏതാണ്ട് വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്ര സെക്രട്ടേറിയറ്റിലുമായി 185 വിദ്യാർത്ഥികൾ എൻ്റെ സ്റ്റുഡൻസ് ആയിട്ടുണ്ട്. ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്ക് കിട്ടിയ ഹരിത വി കുമാർ, സെക്കൻഡ് റാങ്ക് കിട്ടിയ ഡോക്ടർ രേണു, തേർഡ് റാങ്ക് കിട്ടിയ S അശ്വതി, ഫോർത്ത് റാങ്ക് കിട്ടിയ TV അനുപമം, 8th റാങ്ക് കിട്ടിയ ഹരികിഷോർ. ഇങ്ങനെ ഒട്ടനവധി വിദ്യാർത്ഥികൾ ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം സാധാരണക്കാരാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ആമുഖമായിട്ട് ഇത് പറഞ്ഞത്. എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ളതും ശ്രദ്ധിക്കുക. BC 221-ൽ ചൈനയിൽ ആരംഭിച്ച ഒരു ഭരണ രീതിയാണ് സിവിൽ സർവീസ് എന്ന് പറയുന്നത്. ചിൻ ചുവാങ് ആരംഭിച്ച ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ. BC 86-ൽ റോമാക്കാർ അത് ഏറ്റെടുത്തു. പിന്നീട് അത് ഫലപ്രദമായി ഉപയോഗിച്ചത് ബ്രിട്ടീഷുകാരാണ്. ഇന്നും ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനം പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പല ഭാഷ സംസാരിക്കുന്ന IAS-കാരും IPS-കാരും എല്ലാം കൂടിച്ചേർന്ന്, IRS-കാരും എല്ലാം കൂടിച്ചേർന്ന് ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണ
ചുമതല നിർവഹിക്കുന്നുവെന്ന് പറയുമ്പോൾ അതാണ് ആ ഒരു ഫെഡറൽ സംവിധാനത്തിന്റെ കെട്ടുറപ്പിന്റെ അടിത്തറ എന്ന് പറയുന്നത്. ഇത് സ്റ്റീൽ ഫ്രെയിം ഓഫ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനാണ്. ആ ഒരു ഉരുക്കു ചട്ടക്കൂടാണ് നമ്മൾ ഇവിടെ കാണുന്നത്. സിവിൽ സർവീസിന്റെ പ്രധാന ആകർഷണീയത എന്ന് പറയുന്നത് ഒരൊറ്റ പരീക്ഷ 30ഓളം സർവീസുകളിലേക്ക് പോസ്റ്റുകളിലേക്കാണ് ഈ പരീക്ഷയിലൂടെ സെലക്ഷൻ നടക്കുന്നത്. വേറൊരു പരീക്ഷയ്ക്കും ഇത്രമാത്രം വൈവിധ്യമാർന്ന സെലക്ഷനുകൾ ഇല്ല. 2, ഇതിന്റെ ഒരു പെർമനൻസി ഓഫ് സർവീസ് ആണ്. ഒരിക്കൽ ജോലിയിൽ കയറി 21 വയസ്സ് കഴിഞ്ഞാൽ പരീക്ഷ എഴുതാം. ജോലിയിൽ കയറിയാൽ പിന്നെ 60 വയസ്സ് വരെ തുടരാം. അതിനിടയിൽ ആർക്കും ആരുടെ മേലും ഒരു നടപടിയും എടുക്കുവാൻ സാധിക്കുകയില്ല. 73 വർഷത്തെ ഇന്ത്യ ചരിത്രത്തിനിടയിൽ സിവിൽ സർവീസിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളുകളുടെ സംഖ്യ ആകെ 12 ആണ്. എന്തെങ്കിലും കുറ്റം ആരോപിക്കപ്പെട്ടാൽ ഒരു എൻക്വയറി കമ്മീഷനെ വെക്കുന്നു. ആ കമ്മീഷന്റെ അകത്ത് കുറ്റം ആരോപിക്കപ്പെട്ട സിവിൽ IAS-കാരൻ്റെ ഒരു നോമിനിയും ഉണ്ടാകും. അവർ റിപ്പോർട്ട് സംസ്ഥാന ഗവൺമെന്റ് വഴി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൊടുക്കുന്നു. അവിടുന്നത് പ്രധാനമന്ത്രി വഴിയും നമ്മൾ UPSC-യിലേക്ക് എത്തുന്നു. UPSC അംഗങ്ങൾ എല്ലാവരും ഒരേപോലെ അഭിപ്രായപ്പെട്ടാൽ യെസ് പറഞ്ഞാൽ അത് പിന്നീട് ഇന്ത്യൻ പ്രസിഡന്റ് വഴി ചെന്ന് നടപടിയിലേക്ക് പോകുന്നു. ഇത് വളരെ വിരളമായി മാത്രം സംഭവിക്കുന്ന ഒന്നാണ്. ജോലിയുടെ ആർക്കും ഒരു നടപടിയും എടുക്കാൻ വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാമെന്നുള്ളത് ഒഴിച്ചാൽ ആർക്കും തൊടാൻ പറ്റാത്ത ഒരു സർവീസ്. 2, വെറൈറ്റി ഓഫ് ജോബ്. ആരംഭിക്കുന്നത് ഒരു സബ് കളക്ടറായിട്ടാണെങ്കിൽ പിന്നെ കളക്ടറായും കമ്പനികളുടെ ഡയറക്ടറായി, MD ആയി, CEO ആയി, കോർപ്പറേഷനുകളുടെ ചെയർമാനായും ഇങ്ങനെ ജോയിന്റ് സെക്രട്ടറി ആയി, ചീഫ് സെക്രട്ടറി ആയി മുമ്പോട്ട് പോകുന്ന വൈവിധ്യമാർന്ന ഒരു സർവീസിനിടയിൽ 10-40ഓളം വിവിധ ഭരണ മേഖലകൾ. 3, സ്വന്തം കഴിവ് കൊണ്ട് നേടാവുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ നേട്ടം. ആരുടെയും ശുപാർശ പാടില്ല, ഏക്കില്ല. മുൻ ഇന്ത്യൻ പ്രസിഡന്റുമാരുടെ മക്കൾ, കേന്ദ്രമന്ത്രിമാരുടെ മക്കൾ, UPSC ചെയർമാൻമാരുടെ മക്കൾ പലരും എഴുതി വിജയിച്ചില്ല. അവിടെ യാതൊരു വിധമായ എക്സ്റ്റേണൽ ഇൻവോൾവ്മെന്റും ഇല്ല എന്ന് നമുക്ക് തിരിച്ചറിയാം. സ്വന്തം കഴിവുകൊണ്ട് നേടുന്ന ഒന്ന്. മറ്റൊന്ന് ഇതിന്റെ അട്രാക്ഷനാണ്. പല കുട്ടികളും ഇതിലേക്ക് ആകർഷകരാകുന്ന IAS-കാരും IPS-കാരും ഒക്കെ വന്നിറങ്ങുമ്പോൾ മുമ്പിൽ പോലീസ് സല്യൂട്ട് അടിക്കുന്നു. ആളുകളുടെ ബഹുമാനം, ആദരം, ഇവർക്ക് കിട്ടുന്ന ഒരു സോഷ്യൽ റെസ്പെക്ട് മറ്റൊരു ജോലിക്കും കിട്ടില്ല. പിന്നീട് മറ്റൊന്ന് നമ്മൾ കാണുന്നത് വളരെ ലാസ്റ്റിംഗ് ആയി ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഇടുക്കി ഡാമിനെ കുറിച്ച് പറയുമ്പോൾ ബാബു പോൾ സാർ ചെയർമാനായിരുന്ന കളക്ടറായിരുന്ന കാലഘട്ടത്തിലെ ആ 4 വർഷം കൊണ്ട് പടുത്തുയർത്തിയ ഒരു കൺസെപ്റ്റ്. നെടുമ്പാശ്ശേരി എയർപോർട്ട് നമ്മുടെ വിജയ് കുര്യൻ സാറിന്റെ ഒരു സംഭാവന. ഇങ്ങനെ വളരെ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന വിലപ്പെട്ട ദീർഘകാലം നീണ്ടു നിൽക്കുന്ന സംഭാവനകൾ നൽകാൻ സാധിക്കുന്നു. ഇനി മറ്റൊന്ന്, എത്രയോ ആയിരം പേർക്ക് ഗുണം ചെയ്യാൻ സാധിക്കും. ഒരു IAS-കാരനെ കാണാൻ ഒരു ദിവസം തന്നെ 100, 150, 200 പാവങ്ങൾ പരാതിയുമായി ചെല്ലുന്നു, അവർക്ക് പരിഹാരം കൊടുക്കുന്നു. ഇതൊരു പുണ്യകർമ്മം കൂടിയാണ്. ഒരു ദേശത്തിന്റെ മുഴുവൻ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കും. റോഡില്ല, ശുദ്ധജലമില്ല, വൈദ്യുതിയില്ല. പരിഹാരം കാണുവാൻ ചിലപ്പോൾ കളക്ടർക്ക് സാധിച്ചുവെന്ന് വരാം. ഇനി മറ്റു സർവീസുകൾക്കില്ലാത്ത ഒട്ടനവധി ഗുണമുണ്ട്. IAS-കാരനായി കഴിഞ്ഞാൽ ഒരു ഗൺമാൻ, ഡ്രൈവർ, 2 ഡ്രൈവർമാർ, 2 ഒഫീഷ്യൽ വാഹനം, ഗവൺമെന്റ് വസതി, കുക്ക്, സെർവൻസ്, ഇന്ത്യയിൽ എവിടെ പോയാലും അത് ഫ്ലൈറ്റ്, അപ്പ് ആൻഡ് ഡൗൺ, ഏറ്റവും മുന്തിയ ഗസ്റ്റ് ഹൗസുകളിൽ താമസം. ഒരാൾക്ക് വേണ്ടി ശരാശരി ചെലവഴിക്കുന്നത് ഒരു 15 ലക്ഷം രൂപയാണ്. ശമ്പളം മാത്രമല്ല അതിന്റെ ഒരു അംഗീകാരം എന്ന് പറയുന്നത്. ഇങ്ങനെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആകർഷകമായ ഒരു തൊഴിൽ, ഒരു ഉദ്യോഗമാണ് സിവിൽ സർവീസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അതിന് ചില പ്രത്യേകതകളുമുണ്ട്. ഒന്ന്, പരീക്ഷയുടെ 3 മോഡുകളും 3 രീതികളും കടന്നു പോകാൻ്റെ ഒരു പരീക്ഷയാണ്. സാധാരണ പരീക്ഷകൾ ഒന്നെങ്കിൽ എഴുത്തു പരീക്ഷ, അത് ഒബ്ജക്റ്റീവ് ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട്. 2 തരം, 2 മോഡിൽ. 3 ഇന്റർവ്യൂ. ഇത് 3ഉം കൂടി ചേർന്നതാണ് സിവിൽ സർവീസ്. ഒബ്ജക്റ്റീവ് പരീക്ഷയിൽ ആരംഭിച്ച് ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയിലൂടെ കടന്നുപോയി ഇന്റർവ്യൂവിൽ അവസാനിക്കുന്ന ഒരു പരീക്ഷ. മറ്റൊന്ന്, ഇതിന്റെ പ്രത്യേകത ഇതിന്റെ ഒരു ഫിൽട്രേഷൻ ആണ്. ഒരു വർഷം ശരാശരി 15 ലക്ഷം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നു. ആ 15 ലക്ഷത്തിൽ നിന്ന് ആകെ പാസ്സാകുന്നത്, പ്രിലിമിനറി പരീക്ഷ പാസ്സാകുന്നത് 15,000 പേരാണ്.
99% പുറത്തു പോകുന്നു, 1% വിജയിച്ചു വരുന്നു. ഈ 15,000 പേര് പിന്നീട് രണ്ടാമത്തെ പരീക്ഷയായി മെയിൻ പരീക്ഷ എഴുതുന്നു. ആ മെയിൻ പരീക്ഷ എഴുതുന്ന 15,000 പേരിൽ നിന്ന് 3,000 പേര് വിജയിക്കുന്നു. അപ്പോൾ വീണ്ടും 80% ഫിൽട്രേഷൻ കഴിഞ്ഞ് 20% വീണ്ടും പുറത്തു വരും. 3,000 പേര് ഇന്റർവ്യൂവിന് പോയാൽ അതിൽ നിന്ന് 1,000 പേര് സർവീസിലേക്ക് എടുക്കപ്പെടുന്നു. വീണ്ടും അവിടെ ഒരു 66% ഫിൽട്രേഷൻ വരുന്നു. ഇത്രയും ഫിൽട്രേഷനുള്ള മറ്റൊരു പരീക്ഷയും ലോകത്ത് മറ്റിടത്തുമില്ല എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. ഇതിന്റെ പീരീഡ്. സാധാരണ പരീക്ഷകള് ഒന്നെങ്കിൽ 6 മാസം അല്ലെങ്കിൽ 1 മാസം കൊണ്ട് തീരുന്നത് ഇവിടെ 18 മാസം കൊണ്ടാണ് തീരുക. എല്ലാ വർഷവും ഡിസംബറിൽ അപേക്ഷ ക്ഷണിക്കും. എല്ലാ വർഷവും മെയ് മാസത്തിൽ അതിന്റെ പ്രിലിമിനറി പരീക്ഷ നടക്കും. മെയ് ലാസ്റ്റ് സൺഡേ. 2 മാസത്തിനകം റിസൾട്ട് വരും. ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസത്തോടു കൂടി അതിന്റെ മെയിൻ പരീക്ഷ നടക്കും. ഡിസംബറോട് കൂടി റിസൾട്ട് വരും. ജനുവരിയിൽ ഇന്റർവ്യൂ ആരംഭിക്കും. ഫെബ്രുവരി മാർച്ച് മാസത്തോടു കൂടി ഏതാണ്ട് അപ്പോയിന്റ്മെന്റ് നടക്കുന്നു. ഇങ്ങനെ ഒരു തലേ ഡിസംബറിൽ ആരംഭിച്ച് പിറ്റേ വർഷം മാർച്ച് വരെ നീളുന്ന ഒരു പരീക്ഷയുടെ ഒരു രീതി, ദൈർഘ്യം നമ്മൾ കാണുന്നുണ്ട്. മറ്റൊന്ന് ഇതിന്റെ ഒരു മാർക്കാണ്. 4ാമത് നമ്മൾ കാണുന്നത്. സാധാരണ യൂണിവേഴ്സിറ്റി പരീക്ഷകൾക്ക് കൂടി വന്നാൽ 1800 മാർക്ക്. ഇതിന്റെ മാർക്കിനെ നമ്മൾ കാണണം. പ്രിലിമിനറി പരീക്ഷയ്ക്ക് 200 മാർക്കിന്റെ 2 പേപ്പറുകൾ, 400 മാർക്ക്. മെയിൻ പരീക്ഷയ്ക്ക് 9 പേപ്പറുകളാണ്. ഒരു ഇംഗ്ലീഷ്, ഒരു മലയാളം. അത് മിനിമം മാർക്ക് 35% കിട്ടിയാൽ മതി. അതിന് 200, 200, 400 മാർക്ക്. പിന്നീട് 7 മെയിൻ വിഷയങ്ങൾ. അതിൽ 4 എണ്ണം ജനറൽ സ്റ്റഡീസ് 1, ജനറൽ സ്റ്റഡീസ് 2, ജനറൽ സ്റ്റഡീസ് 3, ജനറൽ സ്റ്റഡീസ് 4, 250 മാർക്ക് വെച്ച് 1000 മാർക്ക്. ഒരു ജനറൽ എസ്സേ, ഒരൊറ്റ വിഷയത്തെക്കുറിച്ച് 3 മണിക്കൂർ എസ്സേ എഴുതി. ഇപ്പോൾ അത് 2 എസ്സേ ആക്കിയിട്ടുണ്ട്. 200 മാർക്ക്. പിന്നീട് ഏതെങ്കിലും 2 ഓപ്ഷണൽ സബ്ജക്ട്സ് പ്രത്യേകമായിട്ട് എടുത്ത് പഠിക്കണം. യൂണിവേഴ്സിറ്റി ഡിഗ്രിക്ക് പഠിച്ച ഏതെങ്കിലും വിഷയങ്ങൾ 2 എണ്ണം, 250ന്റെ 2 പേപ്പറുകൾ, 500 മാർക്ക്. ഇങ്ങനെയും അതും കഴിഞ്ഞ് പിന്നീട് 275 മാർക്കിന്റെ ഇന്റർവ്യൂ. ആകെ ഏതാണ്ട് 3000 മാർക്കിനടുത്തുള്ള പരീക്ഷ. ഇനി ചോദ്യം വരുന്ന വരവ് എന്ന് പറയുന്നതും വളരെ പ്രത്യേകതയുള്ളതാണ്. 8 വർഷം മുമ്പുള്ള കാര്യങ്ങൾ മുതൽ കറണ്ട് അഫയേഴ്സ്. ഇത് 10 പേജിൽ എഴുതാവുന്ന ചോദ്യം ചോദിച്ചിട്ട് പറയും 200 വാക്കിൽ എഴുതുക. 100 പേജിൽ എഴുതാവുന്ന വലിയ ഉപന്യാസം പോലെ ചോദിച്ചിട്ട് പറയും നിങ്ങൾ ഇത് ഒരു ഉപന്യാസമായി, ചെറിയ ഉപന്യാസമായി ഒരു 4 പേജിൽ ചുരുക്കി എഴുതുക. അപ്പൊ പാണ്ഡിത്യം കൊണ്ട് അവിടെ കടന്നുകൂടാൻ സാധിക്കില്ല. ഒന്ന്, ഒരു ക്ലാരിറ്റി ഓഫ് ബ്രെയിൻ. നമ്മുടെ ചിന്തയിൽ ഒരു ക്ലാരിറ്റി വേണം. 2, മറ്റുള്ളവർ കാണാത്ത കാര്യങ്ങൾ കാണാനുള്ള ഒരു കഴിവും, ഒരു അറിവിലുള്ള ഒരു ആഴവും പരപ്പും അതിൻ്റെ അകത്തുണ്ടാകണം. ഇത്തരത്തില് വളരെ ആഴമുള്ള ഒരു ചെറിയ കാര്യം പോലും ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്യാൻ സാധിക്കണം. ഇത്തരത്തിൽ ഏതാണ്ട് സിവിൽ സർവീസിന്റെ പരീക്ഷയുടെ ഒരു രീതി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇനി അതിന്റെ ചില ഘടകങ്ങളിലേക്ക്, പ്രത്യേകിച്ച് സന്തോഷ് സാർ, നാണു സാറൻ സൂചിപ്പിച്ചതുപോലെ, എന്തുകൊണ്ട് ഈ സിവിൽ സർവീസിന് ഇന്നൊരു പുതിയ പഠന രീതി ആരംഭിച്ചിരിക്കുന്നു? ഹൈസ്കൂൾ മുതൽ പഠിക്കണം. അലക്സാണ്ടർ ജേക്കബ് സാറിന്റെ വലിയൊരു നിർബന്ധമായിരുന്നു സിവിൽ സർവീസ് പഠനം ഹൈസ്കൂൾ മുതൽ ആരംഭിക്കണം എന്നുള്ളത്. സത്യത്തിൽ സിവിൽ സർവീസിന്റെ സിലബസ് എന്ന് പറയുന്നത് 8ാം ക്ലാസ് മുതലുള്ള NCERT സിലബസ് ആണ്. 8, 9, 10, 11, 12 ക്ലാസ്സുകളിലെ NCERTയുടെ സിലബസ് ആണ് സിവിൽ സർവീസ് സിലബസിന്റെ അടിത്തറ എന്ന് പറയുന്നത്. ഈ പരീക്ഷ ഒരൊറ്റ വർഷം കൊണ്ട് പെട്ടെന്ന് ഡിഗ്രി കഴിഞ്ഞ് എഴുതിയെടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വളരെ ഒരു 2-3 വർഷം എടുത്ത്, അല്ലെങ്കിൽ 5-6 വർഷം എടുത്ത് ഘട്ടം ഘട്ടമായിട്ട് ഇത് പഠിച്ച് പൂർത്തിയാകണം എന്ന് പറയുന്നത്. അതിന്റെ പരീക്ഷ എഴുതുവാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏതെങ്കിലും സർവകലാശാലയിൽ നിന്നും കിട്ടിയ ഏതെങ്കിലും ഒരു ഡിഗ്രിയാണ്. ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്ന് കിട്ടിയ ഒരു ഡിഗ്രി മതി. അതിന്റെ മാർക്കിന്റെ പെർസെന്റേജ് ഫസ്റ്റ് ക്ലാസ് ഒന്നും വേണ്ട. 2, 21 വയസ്സ് പൂർത്തിയാകണം. പരീക്ഷ അപേക്ഷ കൊടുക്കുന്ന ആ വർഷം ഓഗസ്റ്റിൽ 32 വയസ്സ് പൂർത്തിയാകാൻ പാടില്ല. ഒരാൾക്ക് ആയുസ്സിൽ 6 തവണ പരീക്ഷ എഴുതുന്നതിന് സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ അതിന്റെ പരീക്ഷയുടെ ആ ഒരു ഘടകങ്ങൾ ഇത്തരത്തിലാണ് നിൽക്കുന്നത്. മറ്റൊരു കാര്യം കൂടി ഉള്ളത്, ഇവിടെ സൂചിപ്പിച്ചതുപോലെ, ഇപ്പോൾ എനിക്ക് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവരിൽ കൂടുതൽ ആളുകളും എനിക്ക് തോന്നുന്നു ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള മാതാപിതാക്കളാണ്.
അവിടുത്തെ വിദ്യാർത്ഥികളുടെ പഠനം ഏതാണ്ട് ഹയർ സെക്കൻഡറി കൊണ്ട് പൂർത്തിയാകുന്നു. ഇനി വരാൻ പോകുന്നത് 11ാം ക്ലാസ് കൊണ്ട് പഠനം പൂർത്തിയാകുന്നു. ഡിഗ്രി പഠനത്തിനായിട്ട് അവിടെ നിന്ന് ഒന്നെങ്കിൽ ഇന്ത്യയിലേക്ക് തന്നെ വരുന്നു, അല്ലെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും രാജ്യങ്ങളിലേക്ക് പോകേണ്ടതായിട്ട് വരുന്നു. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ട ഏറ്റവും നല്ല പരിശീലനം എന്ന് പറയുന്നത്, ഈ സിവിൽ സർവീസ് പരീക്ഷയുടെ പരിശീലനം എന്ന് പറയുന്നത്, ആ പരിശീലനം ഇന്ത്യയിലെ ഏറ്റവും വലിയ മത്സര പരീക്ഷയുടെ പരിശീലനമാണ്. പ്രിലിമിനറി, ഒബ്ജക്റ്റീവ്, ജനറൽ നോളജ് A to Z, ആളിന്റെ ഒരു വ്യക്തിയുടെ ഒരു മെന്റൽ എഫിഷ്യൻസിയും അതിന്റെ ഒരു ക്രിയേറ്റിവിറ്റിയും മാത്തമാറ്റിക്കലായിട്ടുള്ള ഒരു സ്കിൽ, ഇത്തരത്തിലുള്ള ലോജിക്കൽ സീക്വൻസ്, ഇത്തരത്തിലുള്ള കഴിവുകൾ പരിശോധിക്കുന്നു. ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതുവാനുള്ള കഴിവ് പരിശോധിക്കുന്നു. ഈ പരീക്ഷയ്ക്ക് ലഭിക്കുന്ന ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത് ജീവിതത്തിൽ വേറെ ഏത് പരീക്ഷ എഴുതിയാലും ഈ വിദ്യാർത്ഥിക്ക് വിജയിക്കുന്നതിന് സാധിക്കുമെന്നും ഉറപ്പ് നൽകുന്ന ഒരു പരീക്ഷയാണ്. ഒരറ്റംപ്റ്റ് കൊണ്ട് ജയിക്കാൻ ചിലപ്പോൾ സാധിക്കില്ല. 6 തവണയുണ്ട്. 1, 2, 3, 4 അല്ലെങ്കിൽ 5, 6 തവണ എഴുതി. പല വിദ്യാർത്ഥികളും കടന്നു പോയത് 3, 4 തവണ പരീക്ഷകൾ എഴുതിയാണ്. ഇത്തരത്തിൽ നിരന്തരമായിട്ട് പരിശ്രമിച്ച് പഠിച്ച് ഈ പരീക്ഷയിലേക്ക് കടന്നു പോകുന്നതിന് സാധിക്കുന്നു. അത്തരത്തിലുള്ള പഠന രീതികൾ ഇന്ന് നിലവിലുണ്ട് എന്നുള്ളതാണ്. മൂന്നാമത് മറ്റൊന്ന് നമ്മൾ കാണുന്നത്, ഒരു സിവിൽ സർവീസിന്റെ ഒരു പരിശീലനം ലഭിച്ചു കഴിഞ്ഞാൽ ഇനി IAS ലഭിക്കുന്നില്ല എങ്കിൽ പോലും അവിടെ നിന്ന് ലഭിക്കുന്ന ആ ഒരു വ്യക്തിപരമായ വ്യക്തിത്വ വികസനത്തിലൂടെ ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും വിജയകരമായിട്ട് കടന്നു പോകുന്നതിനുള്ള പരിശീലനം, ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ, പല രാജ്യങ്ങളിൽ നിന്നുള്ള പല വിദ്യാർത്ഥികളുമായി ഒത്തുചേർന്നുള്ള ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ വ്യക്തിത്വ വളർച്ചയ്ക്ക് ഇത് അങ്ങേയറ്റം സഹായകമായിട്ട് മാറുന്നുണ്ട്. നിരവധി തവണ വിദ്യാർത്ഥികൾ ഇതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ട്. ഒരു വർഷം തന്നെ നമ്മൾ പറയാറുണ്ട് 15 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതുന്ന പരീക്ഷയാണ്. നമ്മുടെ വിദ്യാർത്ഥികളോട് നമ്മൾ പറയേണ്ടത്, അവരുടെ ജീവിതത്തിൽ അവർക്ക് ജീവിതത്തിന് മുമ്പിൽ ഒരു ലക്ഷ്യമുണ്ടാകണം. ആ ലക്ഷ്യബോധത്തോടു കൂടി അവർ മുമ്പോട്ട് പോകണം. ആ ലക്ഷ്യബോധത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നത് ഈ എഞ്ചിനീയറിംഗും മെഡിക്കലും അല്ലാതെ ഇത് പഠിച്ച് കഴിവ് നേടി സിവിൽ സർവീസിലേക്ക് കടന്നു പോകുവാനുള്ള ഒരു സാധ്യത കൂടി അവരുടെ മുമ്പിൽ തുറന്നിടുവാൻ നമ്മൾക്ക് സാധിക്കണം. ആമുഖമായിട്ട് ഞാൻ ഇത്രയുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിരവധി ചോദ്യങ്ങൾ എൻ്റെ മുമ്പിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട്, സിവിൽ സർവീസുമായി ബന്ധപ്പെട്ടും എല്ലാം ഒട്ടനവധി ചോദ്യങ്ങളുണ്ട്. ഇത് പിന്നീട് എനിക്ക് തോന്നുന്നു നമ്മൾ തമ്മിലുള്ള ഒരു ചർച്ചയിൽ നിന്നുകൊണ്ട് ഈ ചോദ്യങ്ങളിലേക്ക് കടക്കാം എന്ന് തോന്നുന്നു. മെയിൻ വിഷയത്തെ സംബന്ധിച്ചുള്ള പ്രതിപാദനം ഇവിടെ താൽക്കാലികമായിട്ട് അവസാനിക്കുന്നു. നമ്മുടെ ചോദ്യങ്ങളിലേക്ക്, ചർച്ചകളിലേക്ക് കടക്കാം എന്ന് തോന്നുന്നു. സന്തോഷ് സാർ. Sir, thank you very much, sir. It's a very clear message. നമുക്ക് ഞാൻ ആദ്യമായിട്ട് എന്നോട് ചോദ്യം ചോദിക്കണമെന്ന് ആവശ്യപ്പെട്ടത് ക്യാപ്റ്റൻ രഞ്ജിത്ത് ആണ്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ക്യാപ്റ്റൻ രഞ്ജിത്ത് അൺമ്യൂട്ട് ചെയ്തു. ഇനി ചോദ്യങ്ങൾ ചോദിക്കാനുള്ളവര് ദയവായിട്ട് മെസ്സേജ് ഇതിനകത്ത് കേട്ടോ, മെസ്സേജ് ഫോർവേഡ് ചെയ്യുമോ, അതിനനുസരിച്ചിട്ട് ഞാൻ വിളിക്കാം ചാറ്റിൽ. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് കുറെ അതിന്റെ പുതിയ ഗൈഡ് ലൈൻസും ടെക്നോളജിയുടെ മാറ്റത്തെ പറ്റിയൊക്കെ സാർ പറഞ്ഞിരുന്നു. ഇന്ത്യയുടെ ഒരു സ്പെസിഫിക് പോയിന്റ് ഞാൻ ഇന്ന് ആ വെബ്സൈറ്റിലൂടെ പോയി, അതിനകത്ത് ഓൾമോസ്റ്റ് 484 പേജസ് ഉണ്ടായിരുന്നു. അപ്പം ഒന്ന് ഓടിച്ച് നോക്കിയെങ്കിലും എനിക്ക് തോന്നിയത് ഈ പുതിയ മാറ്റത്തിന്റെ ഫലമായിട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റികൾക്ക് എന്ത് വരും, നോ മോർ അഫിലിയേറ്റഡ് കോളേജസ് ടു യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞൊരു ഹൈലൈറ്റഡ് പോർഷൻ അവിടെ കണ്ടിരുന്നു. അപ്പൊ ഇനി എന്താണ് യൂണിവേഴ്സിറ്റിയുടെ സ്ട്രക്ചറിൽ എന്തെങ്കിലും കാര്യമായ മാറ്റം ഉദ്ദേശിക്കുന്നുണ്ടോ? അവിടെ നമ്മൾ ആ പുതിയ ഡ്രാഫ്റ്റിൽ 65 പേജേ ഉള്ളൂ സാർ. അവിടെ ക്യാബിനറ്റ് അപ്രൂവ് ചെയ്ത ഡ്രാഫ്റ്റ് 65 പേജാണ്. സാറ് കസ്തൂരിരംഗൻ കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ് സാറ് നോക്കിയത് എന്ന് തോന്നുന്നു. പക്ഷെ അതിന്റെ ആ കൺസെപ്റ്റ് അതിന്റെ അകത്ത് വന്നിട്ടുണ്ട്. അതായത് ഇനി യൂണിവേഴ്സിറ്റികളെ പറയുന്നത് IIT-കൾ പോലെ ശാസ്ത്ര ഗവേഷണത്തിന്റെ കേന്ദ്രങ്ങളായി നിലനിർത്തുകയും നിലവിലുള്ള കോളേജുകളിൽ ക്വാളിറ്റിയുള്ള കോളേജുകളെ ഓട്ടോണമസ് കോളേജുകളായി, ഡിഗ്രി കൊടുക്കാൻ അനുവാദമുള്ള കോളേജുകളായി മാറ്റിയെടുക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ലേണിംഗ് എന്ന് പറയുന്നത് കോളേജുകളിലും ഓട്ടോണമസ് കോളേജുകളിലും, റിസർച്ച് എന്ന് പറയുന്നത്
യൂണിവേഴ്സിറ്റികളിലും എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. മാത്രമല്ല ഇന്ന് നമ്മുടെ രാജ്യത്ത് 800ഓളം യൂണിവേഴ്സിറ്റികളേ ഉള്ളൂ. ഇത് 10 വർഷം കൊണ്ട് 2000ഓളം യൂണിവേഴ്സിറ്റികളായി മാറും. എന്നാൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് ഏതാണ്ട് ഉള്ള കോളേജുകളിൽ പകുതി കോളേജുകൾ എങ്കിലും ഓട്ടോണമസ് സ്റ്റാറ്റസോടുകൂടി 40,000 കോളേജുകൾ ഉള്ളതിൽ അതിന്റെ ഒരു 20,000 കോളേജുകളെങ്കിലും ഓട്ടോണമസ് സ്റ്റാറ്റസ് ഉള്ള ഡിഗ്രി കൊടുക്കുന്ന കോളേജുകളായി മാറും. ബാക്കി ക്വാളിറ്റി ഇല്ലാത്ത കോളേജുകൾ ചിലപ്പോൾ മറ്റ് ഓട്ടോണമസ് കോളേജുകളുടെ ഭാഗമായി ക്ലസ്റ്റർ കോളേജായി നിലനിൽക്കാൻ ആണ് ഭാവിയിൽ സാധ്യത. ഓക്കെ, മനസ്സിലായി. ഞാൻ ആ വെബ്സൈറ്റിൽ പോയതുകൊണ്ടാണ്. അത് എനിക്കൊന്ന് റിപ്പോർട്ട് കസ്തൂരിരംഗൻ കമ്മീഷന്റെ മൊത്തം റിപ്പോർട്ടായിരിക്കും. അത് വളരെ വിശദമായിട്ട് അത് സാറ് പറഞ്ഞ 450 പേജ് കൂടെ കിടപ്പുണ്ട്. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവ് ചെയ്ത് ഇറക്കിയിരിക്കുന്ന 65 പേജുള്ള ഈ നാഷണൽ ഇതാണ്, ഇത്രയേ ഉള്ളൂ. ഓക്കെ. ഗ്രൂപ്പുകളിലൊക്കെ നടക്കുന്നുണ്ട്. ഇത് വാട്സാപ്പിൽ ഒത്തിരി ഫോർവേഡ് ചെയ്ത് വരുന്നുണ്ട്. ഇതിനകത്ത് ഒരു ചോദ്യം കൂടെ എനിക്ക് ചോദിക്കാനുള്ള, രണ്ടാമത്തെ വിഷയത്തെ അധികരിച്ചാണ്. അപ്പൊ അത് സിവിൽ സർവീസിന്റെ കാര്യം പറഞ്ഞപ്പോൾ, അത് ഇന്ത്യൻ സിവിൽ സർവീസിന്റെ കാര്യം പറഞ്ഞപ്പോൾ, ഈ യുണൈറ്റഡ് നേഷൻസ് പോലുള്ള അന്താരാഷ്ട്ര ഏജൻസികളിലുള്ള കരിയറുകളെ പറ്റി ഒന്ന് ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാം. അവിടെ നമ്മൾ ഏത് രാജ്യത്തെ പൗരനും അപേക്ഷിക്കാവുന്ന ഒരു സിവിൽ സർവീസ് ആണ് ഈ UN സിവിൽ സർവീസ്. അത് പക്ഷേ നമ്മൾ പറയുന്നത് പോലെ ഒരു ടൈപ്പ് കോമ്പറ്റീഷനാണ്. ജനറൽ നോളജ്, ജനറൽ സ്റ്റഡീസ് ഏതാണ്ട് സിവിൽ സർവീസിന്റെ സിലബസിന്റെ അടുത്തു നിൽക്കുന്ന അതേ സ്റ്റാൻഡേർഡിലുള്ള സിലബസ് ആണ്. പക്ഷേ നമ്മൾ പഠിക്കുമ്പോൾ ഊന്നൽ കൊടുക്കുന്നത് നാഷണൽ ലെവലിലുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. ഇന്ത്യയുടെ ഹിസ്റ്ററി, ഇന്ത്യയുടെ കൾച്ചർ, ഇന്ത്യയുടെ എക്കോണമി, ഇന്ത്യയുടെ പ്ലാനിങ്, ഇന്ത്യയുടെ ഗവൺമെന്റ്, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇതേപോലെ ഈ സ്ട്രക്ചർ നേരെ തിരിഞ്ഞു പോകുന്നു. ഗ്ലോബൽ എക്കോണമിയും വേൾഡ് ഹിസ്റ്ററിയും, വേൾഡ് നമ്മൾ പറയാറുണ്ട് പല രാജ്യങ്ങൾ, ജിയോഗ്രഫിക്കലായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യ ഫോക്കസ്ഡ് എന്നതിനെ എടുത്തിട്ട് ഗ്ലോബൽ ഫോക്കസ്ഡ് ആയിട്ട് ഒരു വൈഡർ പെർസ്പെക്റ്റീവിൽ മാറിക്കഴിഞ്ഞു കഴിയുമ്പോൾ ആ സിലബസ് പൂർത്തിയാകും. പക്ഷെ അതിൻ്റെ അകത്ത് തന്നെ സ്പെഷ്യലൈസേഷൻ ഏരിയാസ് ഉണ്ട്. അതുകൊണ്ട് ആ ഏരിയയിലേക്ക് നമുക്ക് സെലക്ട് ചെയ്ത് കടന്നു പോകാൻ സാധിക്കും. അതൊരു ഹൈസ്കൂൾ തലം മുതൽ കുട്ടികൾക്ക്, ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് ഒരു ഇൻഫോ പാർക്കിലുള്ള, കൊച്ചി ഇൻഫോ പാർക്കിലുള്ള സന്തോഷ് സാർ, നാണു സാറിനൊക്കെ അറിയാം, ഒരു വേദിക് IAS അക്കാദമി എന്ന് പറയുന്ന ഒരു അക്കാദമിയുടെ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഓൺലൈൻ IAS അക്കാദമിയുടെ ചാൻസലർ ആയിട്ടാണ്. അപ്പോൾ ഞങ്ങളിവിടെ ഹൈസ്കൂൾ തലം മുതലുള്ള വിദ്യാർത്ഥികളെ എടുത്തിട്ട് UN സിവിൽ സർവീസ്, ഇന്ത്യൻ സിവിൽ സർവീസ്, കേരള സിവിൽ സർവീസ് ഉൾപ്പെടെയുള്ള സിവിൽ സർവീസുകൾ, യൂണിയൻ കേന്ദ്ര ഗവൺമെന്റിന്റെ സിവിൽ സെൻട്രൽ സർവീസ് A ഗ്രേഡ് ഡിഗ്രി പാസ്സായവർക്ക് വേണ്ടി, B ഗ്രേഡ് ഹയർ സെക്കൻഡറി പാസ്സായവർക്ക് വേണ്ടി, ഇങ്ങനെ ഏതു പരീക്ഷ എഴുതിയാലും വിജയിക്കാവുന്ന തരത്തിലുള്ള ഒരു വളരെ ചിട്ടപ്പെടുത്തിയ ഘടനാത്മകമായ ഒരു പരിശീലനമാണ് കൊടുക്കുന്നത്. അത് ഹൈസ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സെലക്ട് ചെയ്തിട്ട് എല്ലാ ഞായറാഴ്ചകളിലും വൈകിട്ട് ഒരു 7 മുതൽ 10 വരെ 6 വർഷം കൊണ്ട് ഈ പരിശീലനം പൂർത്തിയാക്കുന്നു. അതിൻ്റെ അകത്ത് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഉണ്ട്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഉണ്ട്, ഗ്രൂപ്പ് ഡിസ്കഷൻ സ്കില്ലുണ്ട്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികളുമായി ചേർന്ന് ഓരോ ആഴ്ചയും ഓരോ മണിക്കൂർ നേരത്തേക്കുള്ള ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ട്. ഹൈസ്കൂളുകാർക്ക് വേണ്ടി 6 വർഷം കൊണ്ട് പഠനം പൂർത്തിയാക്കി അവരെ പരീക്ഷ എഴുതാൻ പ്രാപ്തരാക്കുകയാണ്. ഹയർ സെക്കൻഡറിക്കാർക്ക് വേണ്ടി ഇതേപോലെ തന്നെ ശനി ഞായർ ദിവസങ്ങളിൽ വൈകിട്ട് 7 മുതൽ 10 വരെ ആഴ്ചയിൽ 2 ദിവസം വെച്ച് 4 വർഷം കൊണ്ട് ഇതേ സിലബസ് ഏത് പരീക്ഷയും എഴുതാവുന്ന തരത്തിൽ അവർക്ക് നമ്മൾ കരുത്തു പകർന്ന്, അറിവ് പകർന്ന്, പരിശീലനം പകർന്ന് ഏതാണ്ട് 2000ഓളം ക്ലാസ്സുകൾക്ക് പ്രത്യേകതയുണ്ട്. ഈ ക്ലാസ്സുകൾ മുഴുവൻ ആനിമേറ്റഡ് വീഡിയോസ് ആയിട്ട് സഹായത്തോടു കൂടിയാണ്. ഓൺലൈനായി ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകർ എടുക്കുന്ന ലൈവ് ക്ലാസ് ഉണ്ട്. 200ഓളം US ഗ്ലോബലിന്റെ പ്ലാറ്റ്ഫോമാണ് ഉപയോഗിക്കുന്നത്. 200ഓളം മോഡൽ പരീക്ഷകളുണ്ട്. ഇത്തരത്തില് നിരന്തരമായി പരിശീലനം കൊടുത്ത് മുമ്പോട്ട് വിടുന്നു. ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന, എഞ്ചിനീയറിംഗ്, മെഡിക്കൽ,
നേഴ്സിംഗ്, LLB ഈ മേഖലയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും വൈകുന്നേരം 5 മുതൽ 10 വരെയുള്ള 2 വർഷം ദൈർഘ്യമുള്ള ഇതേപോലെയുള്ള ഒരു പരിശീലന പദ്ധതിയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പിന്നീട് അതാത് വർഷം എഴുതാനുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി കണ്ടിന്യൂസ് ആയി വളരെ ഒരു ക്രാഷ് പ്രോഗ്രാം പോലെ ഒരു വർഷവും എല്ലാ ദിവസവും രാവിലെ 9 മുതൽ 1 വരെയുള്ള ഒരു കോച്ചിങ് പ്രോഗ്രാം, വൈകുന്നേരം 5 മുതൽ 10 വരെയുള്ള മറ്റൊരു കോച്ചിങ് പ്രോഗ്രാം, ജോലിക്ക് പോകുന്നവർക്ക് വേണ്ടി ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 10 വരെയുള്ള മറ്റൊരു കോച്ചിങ് പ്രോഗ്രാം. ഇത്തരത്തിലുള്ള ഒരു പരിശീലന പദ്ധതിയാണ് നമ്മൾ ഇവിടെ സംവിധാനം ചെയ്തിരിക്കുന്നത്. സാർ അതിനെന്ത് കോസ്റ്റ് വരും സാറിന്റെ ഈ അക്കാഡമിയിൽ നമ്മൾ ഓൺലൈനിൽ പഠിക്കുന്ന കുട്ടിക്ക്? അതൊരു വളരെ നല്ല ഒരു ചോദ്യമാണ്. കാരണം നമ്മൾ സാധാരണഗതിയിലെ ഒരു സിവിൽ സർവീസിന്റെ പരിശീലനം എന്ന് പറയുന്നത് ഇന്ന് ഡൽഹിയിലും മറ്റുമുള്ള സ്ഥാപനങ്ങൾ വാങ്ങുന്നത് 1.5 ലക്ഷം രൂപയാണ്. എത്ര നാളത്തെ കോഴ്സ്? ഒരു കുട്ടി പഠിച്ച് പരീക്ഷ എഴുതണമെങ്കിൽ ഒരു 6 ലക്ഷം രൂപയുടെ ഫീസും അവിടുത്തെ ജീവിത ചെലവും വരുന്നു. പക്ഷെ നമ്മുടെ പരിശീലനം ഗൾഫിലിരുന്നോ ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്ന്, കാരണം US ഗ്ലോബൽ പ്ലാറ്റ്ഫോമാണ്, പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും മറ്റും വീഡിയോ കോൺഫറൻസിംഗ് എടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ ക്ലാസ്സുകൾ നടക്കുന്നത്. വീട്ടിലിരുന്ന് പഠിക്കാം. അത് ആകെ നമ്മൾ ഫീസ് മേടിക്കുന്നത്, ഒരു വിദ്യാർത്ഥി ജോയിൻ ചെയ്താൽ ഒരു മെമ്പർഷിപ്പ് ഫീസ് നമ്മൾ ആകെ മേടിക്കുന്നത് 30,000 rupees ആണ്. 29,999 രൂപ മാത്രമേ ഫീസ് മേടിക്കുന്നുള്ളൂ. ഒരിക്കൽ ജോയിൻ ചെയ്താൽ 6 വർഷം പഠിക്കാം. ഇതിനിടയിൽ ഒരു ഫീസും അഡീഷണൽ ആയിട്ട് നമ്മൾ വാങ്ങില്ല. അവര് പ്രിലിമിനറി പരീക്ഷ ജയിച്ചു കഴിഞ്ഞാൽ വാങ്ങിയ ഫീസ് നമ്മൾ തിരിച്ചു കൊടുക്കും. ഇന്ത്യയിൽ എവിടെ നിന്നും പ്രിലിമിനറി പരീക്ഷ പാസ്സാകുന്ന വിദ്യാർത്ഥികൾക്ക് ഫ്രീ ആയി ഫൈനൽ പരീക്ഷയ്ക്ക് പഠിക്കാം. SC/ST വിദ്യാർത്ഥികൾക്ക് 50% നമ്മൾ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഗൾഫിലേക്ക് വരുമ്പോൾ ഓൺലൈൻ മാത്രമല്ല ഓഫ്ലൈൻ കൂടി സംയോജിപ്പിച്ചുള്ള ഒരു പരിശീലന പദ്ധതിയാണെങ്കിൽ അവിടെയുള്ള മറ്റ് ചെറിയ ചെലവുകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു ഫീസിൽ അല്പം ഒരു നേരിയ വ്യത്യാസം ഉണ്ടാകാം എന്നുള്ളതല്ലാതെ വലിയ മാറ്റം വരുന്നില്ല. ഓൺലൈൻ പരീക്ഷയാണെങ്കിൽ, ഓൺലൈൻ കോച്ചിങ് ആണെങ്കിൽ നമുക്ക് ഈ 30,000 rupees എന്ന് പറയുന്ന ഫീസിൽ നിന്നുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകുന്നതിന് നമുക്ക് സാധിക്കും. താങ്ക് യു സർ. എനിക്ക് ഇതുപോലെ കുറെ അധികം ക്വസ്റ്റ്യൻസ് ഇതുപോലെ വാട്സാപ്പിലൊക്കെ ഉണ്ട്. അതൊക്കെ കൂടുതലും പൊളിറ്റിക്കലി ഇൻക്ലൈൻഡ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് അതിലേക്കൊന്നും കിടക്കുന്നില്ല. മറ്റാർക്കെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം. താങ്ക് യു സാർ ആവശ്യപ്പെട്ടിരുന്നു. സാർ താങ്ക് യു ക്യാപ്റ്റൻ. താങ്ക് യു സർ. നാണു സാർ എന്തേ പോയോ? നാണു സാറിന്റെ ഓഡിയോ കട്ടായോ? നാണു സാർ ഇല്ല. ഓക്കെ സാറ്, ഞാൻ ഒരു വിഷയത്തിലേക്ക് അറിയാം. സാറ് പറഞ്ഞു ഇന്ത്യയുടെ സ്ഥാനം ഇപ്പൊ 2018 ലോക റാങ്കിങ്ങിലെ 112ാം സ്ഥാനമാണ് ഇന്ത്യക്ക് എന്ന് പറഞ്ഞിരുന്നു. 115. എന്താണ് അതിന്റെ റീസൺ എന്താണ് സാർ? കാരണം നമ്മളിപ്പോ കേരളം നമ്പർ 1 ആണെന്ന് നമ്മളെ എഡ്യൂക്കേഷന്റെ ക്വാളിറ്റിയെ കുറിച്ചുള്ള ഒരു കുറവ് കൊണ്ട് സംഭവിക്കുന്നല്ല. എന്തെന്ന് ചോദിച്ചാൽ അവരെ വിശകലന വിധേയമാക്കിയിരിക്കുന്നത് മനുഷ്യ മൂലധനമാണ്. അപ്പോൾ എത്ര യൂത്ത് ഉണ്ട്? 65 കോടിയുണ്ട്. അതിൽ എത്ര പേർക്ക് എംപ്ലോയബിലിറ്റി സ്കില്ലുണ്ട്? അപ്പോൾ തൊഴിൽ ചെയ്യുവാനുള്ള പ്രായപരിധിക്കകത്തുള്ള ജനസംഖ്യ എത്ര? അപ്പൊ നമ്മൾ നേരെ തിരിച്ച് ജർമ്മനിയിലേക്ക് പോയാൽ അവിടെ നമ്മൾ കാണുന്ന ഒരു മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവര് ഈ ഏതെങ്കിലും നമ്മളിപ്പോ സ്കൂളിൽ കാണുന്നത് പോലെ എല്ലാ വിഷയവും പഠിച്ചു വരുന്ന വിദ്യാർത്ഥികളല്ല. ഇന്ന് പുതിയ വിദ്യാഭ്യാസ നയം മുമ്പോട്ട് വെച്ചതുപോലെയുള്ള 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, കുട്ടികൾ 6 ക്ലാസ്സിൽ എത്തുമ്പോൾ തന്നെ ഏതെങ്കിലും ഒരു തൊഴിൽ പഠിക്കണം. അവൻ 11 വയസ്സ് പൂർത്തിയാകുമ്പോൾ ആ തൊഴിൽ അവൻ എക്സ്പെർട്ട് ആയിട്ട് 6, 7, 8, 9, 10, 11 നമ്മൾ സിവിൽ സർവീസ് ട്രെയിനിങ് കൊടുക്കുന്ന പോലെ തന്നെ ഗവൺമെന്റ് പറഞ്ഞ് 6 വർഷം കൊണ്ട് ഒരു കാര്യത്തിൽ എക്സ്പെർട്ട് ആകാം. ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു തീരുമാനമുള്ളൂ.
അപ്പോൾ ഈ 6 വർഷം കൊണ്ട് ഈ വിദ്യാർത്ഥി ഏതെങ്കിലും ഒരു തൊഴിലിൽ, അപ്പൊ അത് ചിലപ്പോൾ അതിൻ്റെ അകത്ത് മൊബൈൽ ടെക്നോളജി ആകാം, സ്പേസ് ടെക്നോളജി ആകാം, ഓട്ടോമൊബൈൽ ടെക്നോളജി ആകാം. അപ്പോൾ നമ്മൾ പറയാറുണ്ട് അത് പഠിക്കുന്നത് ഒരു പ്രോജക്റ്റ് പഠിക്കുക, പല വിഷയങ്ങളല്ല പഠിക്കുന്നത്, ഒരു പ്രോജക്റ്റിലേക്ക് ഇറങ്ങി അങ്ങ് പഠിക്കുക. അപ്പോൾ അത് ഒന്ന് ഒരു പറയാറുണ്ടോ, അത് തൊഴിൽ പരിശീലനം എന്ന് പറയും, തൊഴിൽ അധിഷ്ഠിത പഠനമാണ്. 2, ഈ സിലബസ് ഇങ്ങനെ നമ്മൾ പറഞ്ഞു പോകുന്നതിന് പകരം നമ്മൾ സാധാരണഗതിയിൽ വളരെ ടെക്നോളജിക്കലി നമ്മൾ പറയാറുണ്ട്, എഡ്യൂക്കേഷൻ ആണോ ലേണിംഗ് ആണോ സംഭവിക്കുന്നത്. ഇതൊരു സാങ്കേതികമായ ചർച്ചയാണ്. നമ്മൾ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എഡ്യൂക്കേഷൻ, കുറെ കാര്യങ്ങൾ ഒരു ചട്ടക്കൂട്ടിലാക്കിയിട്ട് ഇത് പഠിച്ചോളാൻ പറഞ്ഞു വിടുന്നു. പക്ഷേ അവിടെ എഡ്യൂക്കേഷൻ നടക്കുന്നു എന്ന് പറയുമ്പോഴും അവിടെ ലേണിംഗ് നടക്കുന്നില്ല. ജീവിതത്തിൽ അത് പ്രയോഗിക്കുന്നതിനുള്ള ഒരു കഴിവ് ആ വിദ്യാർത്ഥി നേടുന്നില്ല. ആ വിദ്യാർത്ഥിക്ക് വേണ്ടത് മാർക്ക് ലിസ്റ്റിലെ മാർക്കിന്റെ പെർസെൻറ്റേജിനേക്കാൾ കൂടുതൽ അവന്റെ കയ്യിലുള്ള സോഫ്റ്റ് സ്കില്ലാണ്, അവന്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, അവന്റെ ഗ്രൂപ്പ് വർക്കിനുള്ള സ്കിൽ, അവന്റെ പ്രോബ്ലം സോൾവിങ് സ്കിൽ, അവന്റെ ലീഡർഷിപ്പ് സ്കിൽ, അവന്റെ ഹാർഡ് വർക്കിനുള്ള സ്കിൽ, അവനത് ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുന്നതിനുള്ള സ്കിൽ. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ പറയാറുണ്ട് അവന്റെ ഒരു സ്കിൽ ആൻഡ് വാല്യൂ സിസ്റ്റം എത്രമാത്രം വളരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന്, തൊഴിൽ കഴിവുകൾ വികസിക്കണം. 2, തൊഴിലിൽ പ്രാവീണ്യം നേടുകയും വേണം. ഇപ്പൊ നമ്മുടെ പുതിയ വിദ്യാഭ്യാസ നയം മുമ്പോട്ട് വെച്ചിരിക്കുന്ന ഈ 2 കാര്യങ്ങളാണ്. ഒന്ന്, തൊഴിലിൽ പ്രാവീണ്യം നേടുന്നു 6ാം ക്ലാസ് മുതൽ. 11 അവൻ ഒരു മേഖലയിൽ ഒരു എക്സ്പെർട്ടായിട്ട് പുറത്തിറങ്ങുന്നു. 2, തൊഴിൽ കഴിവുകൾ, എംപ്ലോയബിലിറ്റി സ്കിൽസ് 6ാം ക്ലാസ് മുതൽ പഠിച്ചു തുടങ്ങും. അപ്പോൾ ഇപ്പോഴുള്ള സിലബസിന്റെ ആ ഒരു വോളിയം അല്പം കുറയുകയും, എന്നാൽ കുറച്ചുകൂടി ആ സ്കിൽ കഴിവ്, തൊഴിൽ കഴിവുകൾ കേന്ദ്രീകരിച്ചുള്ള പഠനം പൂർത്തിയാകുകയും ചെയ്യുമ്പോൾ ഈ 2018 സൂചികയിൽ നിന്ന് വളരെ മുമ്പോട്ട് വരും. ജർമ്മനി പോലെയുള്ള രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾക്കുള്ളതുപോലെ തന്നെ ഈ കഴിവുകൾ നമ്മൾ പറയാറുണ്ട്, മനുഷ്യ മൂലധനത്തിന്റെ ആ ഒരു ക്വാളിറ്റിയിൽ നമ്മൾ ഒരുപാട് മുമ്പോട്ട് വരുന്നു. സന്തോഷ്, എനിക്കൊരു ചോദ്യം. ഞാൻ ഓർക്കുകയും ചെയ്യും, സുനിൽ സാർ ഇതുവരെ ഒന്നും ചോദിച്ചില്ല. ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ നമ്മള് ഈ പുതിയ എഡ്യൂക്കേഷൻ പോളിസിയിൽ വരുന്നത് നമ്മള് ഒരു തൊഴിലിലേക്ക് വരിക എന്നുള്ള പോലെയാണ്. ഇപ്പൊ ഈ കോച്ചിങ് പ്രോഗ്രാമിൽ നമ്മൾ ചെയ്യുന്നത് ഇപ്പോ അവരെ ഒരു എൻട്രൻസ് എക്സാം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. അവർ ആ ഒരു ഫീൽഡിൽ കയറി കഴിഞ്ഞാൽ അവര് അതിനെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചുള്ള ട്രെയിനിങ്ങും ഇതിന്റെ ഒപ്പം നടക്കുന്നുണ്ടോ, അല്ല വെറും ഈ എൻട്രൻസിൽ എഴുതിയിട്ട് സിവിൽ സർവീസിലേക്ക് കടക്കുക എന്നുള്ളത് മാത്രമാണോ ലക്ഷ്യം? അവിടെ ഇത് നല്ല ഒരു വിഷയമാണ് സാറ് ചോദിച്ചത്. ഒന്ന്, ഈ ഇപ്പോഴത്തെ ഒരു പോളിസി എന്ന് പറയുന്നത് വികസിത രാജ്യങ്ങള് 3 കാര്യങ്ങൾ വിദ്യാഭ്യാസത്തിലേക്ക് അവര് സന്നിവേശിപ്പിച്ചു. ഒന്ന്, നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആപ്റ്റിറ്റ്യൂഡ് അറിയണം. ഒരു 6ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ അഭിരുചി എന്താണ് എന്ന് തിരിച്ചറിയണം. നമ്മൾക്കിന്ന് ഫലപ്രദമായ ഒരു രീതി ഇല്ല. അപ്പോൾ ഞങ്ങൾ തുടങ്ങിയത്, അലക്സാണ്ടർ ജേക്കബ് സാറ് ഞങ്ങളിത് തുടങ്ങിയത്, ഞങ്ങളുടെ അക്കാദമിയുടെ പേര് വേദിക് IAS അക്കാദമി എന്നാണ്, VEDHIK. ഈ വേദിക് IAS അക്കാദമി ആദ്യം ചെയ്യുന്നത് ഇവിടെ ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു ഓൺലൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കൊടുക്കുകയാണ്. എന്താണ് അവന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കഴിവ്? അത് കഴിഞ്ഞ് ഒരു കൗൺസിലർ വിശദമായി ഈ കുട്ടിക്ക് ഒരു കൗൺസിലിംഗ് കൊടുക്കും. നിനക്ക് ഇന്ന കഴിവുകൾ ജന്മസിദ്ധമായിട്ടുണ്ട്, നീ തിരിച്ചറിഞ്ഞിട്ടില്ലായിരിക്കാം, നിന്റെ പേരൻസ് തിരിച്ചറിഞ്ഞിട്ടില്ലായിരിക്കും, കാരണം നിനക്ക് കിട്ടുന്ന അത്രയും ഒരു എഡ്യൂക്കേഷൻ അവർക്ക് കിട്ടിയിട്ടില്ലായിരിക്കാം. പക്ഷേ ഇന്ന കഴിവുള്ളത് കൊണ്ട് നീ ഇന്ന വഴിക്ക് കൂടി പോക്കോ, നീ രക്ഷപ്പെടും. 1. 2, അവന് വേണ്ടത് ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ കുറെ സബ്ജക്റ്റും കുറെ സയൻസും മാത്രമല്ല, അവൻ എംപ്ലോയബിലിറ്റി സ്കിൽ വേണം. എംപ്ലോയബിലിറ്റി സ്കിൽ എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം നമ്മൾ പറയാം അതിൻ്റെ ഒരു പെഡഗോജി എന്ന് പറയാം, അധ്യാപന ശാസ്ത്രം ഇവിടെ ഞങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ആ ഒരു തരത്തിലാണ്. കുട്ടി ഒരു മത്സര പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നു എങ്കിൽ പോലും അത് കേവലം മത്സര പരീക്ഷയല്ല. തുടക്കം
നമ്മുടെ തുടക്കം എന്ന് പറയുന്നത് ഒന്ന് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, ഡയറക്റ്റ് അല്ല ഇൻഡയറക്റ്റ് ആയിട്ട് 6 വർഷം കൊണ്ട് 4 വർഷം കൊണ്ട് കുട്ടി ഇംഗ്ലീഷിന്റെ സംസാര രീതിയിൽ, എഴുത്ത് രീതിയിൽ പ്രാവീണ്യം നേടുക. ലീഡർഷിപ്പ് സ്കിൽ, യോഗ ഫോർ സെൽഫ് ഡിസിപ്ലിൻ, മെഡിറ്റേഷൻ ഫോർ കോൺഫിഡൻസ്, ഫോർ ഇന്നർ നമ്മൾ പറയാറുണ്ട് ഒരു ഗ്രോത്ത്. ഇതുമെല്ലാം കഴിഞ്ഞ് നമ്മളുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു വലിയൊരു പരിശീലനം എന്ന് പറഞ്ഞാൽ ഒരു പീക്ക് ലേണിംഗ് ഗ്രൂപ്പ് ഉണ്ട്. പീക്ക് ലേണിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഹൈസ്കൂൾ കുട്ടികളുടെ 6 വർഷ ഗ്രൂപ്പിലുള്ള വിദ്യാർത്ഥികളുടെ ഒരു ഇന്റർനാഷണൽ ഗ്രൂപ്പ്, ഹയർ സെക്കൻഡറി 4 വർഷ വിദ്യാർത്ഥികളുടെ ഒരു ഇന്റർനാഷണൽ ഗ്രൂപ്പ്. ഇവര് ആഴ്ചയിൽ ഒരു ദിവസം എല്ലാ ഞായറാഴ്ചയും 1 മണിക്കൂർ വരെ ഒന്നിച്ചു പോകും. ഇത് ഒരു നമ്മൾ പറയാറുണ്ട് ഒരു വെബിനാർ പോലെയാണ്, ഒരു വീഡിയോ കോൺഫറൻസിങ് ആണ്. ഒരു കുട്ടി കേരളത്തിൽ നിന്നാണെങ്കിൽ ഒരു കുട്ടി ഓസ്ട്രേലിയയിൽ നിന്നായിരിക്കും, ഒരു കുട്ടി ദുബായിൽ നിന്നായിരിക്കും, വേറൊരു കുട്ടി ചേരുന്ന US-ൽ നിന്നായിരിക്കും, വേറൊരു കുട്ടി ഡൽഹിയിൽ നിന്നായിരിക്കും, വേറൊരു കുട്ടി പഞ്ചാബ് ആയിരിക്കും. ഈ കുട്ടികളുമായിട്ട് നമ്മുടെ അങ്ങ് ഗ്രാമത്തിലുള്ള ഇടുക്കിയിലുള്ള ട്രൈബൽ ഏരിയയിൽ നിന്നുള്ള പിള്ളേരും ഉണ്ടാകും. ഇവരൊന്നിച്ചിരുന്നിട്ട് നമ്മൾ പറയാറ് ഈ കുട്ടികൾക്ക് ചോദ്യം ചോദിക്കുന്നത് വേൾഡ് നമ്മൾ പറയാ കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ അവരുടെ മുമ്പിലേക്ക് നമ്മൾ ചർച്ചയ്ക്ക് കൊടുക്കുന്ന 1 മണിക്കൂറാണ് അതിന്റെ ഗ്രൂപ്പ് ഡിസ്കഷന്റെ സമയം. 10 പേര് ഗ്രൂപ്പിലുണ്ട്. ഏതെങ്കിലും ഒരു വിഷയം എടുത്തു. ഇപ്പൊ നമ്മൾ കോവിഡ് എടുത്തു. ഈ കോവിഡിനെ സംബന്ധിച്ച് അതിന്റെ 10 പോയിന്റ്സ്, എക്കണോമിക്, ഫിനാൻഷ്യൽ, ഹെൽത്ത്, നമ്മുടെ സോഷ്യൽ, എഡ്യൂക്കേഷൻ, ഈ പോയിന്റുകൾ എടുത്തിട്ട് നമ്മൾ അതിനെ ഒരു 1/2 പേജ് വെച്ച് ഡെവലപ്പ് ചെയ്യും. എന്നിട്ട് ഒരാഴ്ച മുമ്പ് തന്നെ ഈ 10 കുട്ടികൾക്ക് നമ്മൾ കൊടുക്കും, ഇതാണ് നിങ്ങളുടെ ചർച്ചാ വിഷയം, ഈ വിഷയത്തെക്കുറിച്ച് പ്രസംഗിക്കണം. അവരോട് മറ്റു കുട്ടികളോട് നമ്മൾ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഒരു കാരണവശാലും ഒരു കുട്ടിയുടെ ഇംഗ്ലീഷിനെ കളിയാക്കരുത്. ആ കുട്ടിയെ നമ്മൾ വളർത്തിക്കൊണ്ടുവരിക, നമ്മുടെ കുടുംബാംഗമാണ്, നമ്മൾ വേദിക് ഫാമിലി എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങ് ഇടുക്കിയിലുള്ള ഒരു ആദിവാസി ഗ്രൂപ്പിൽ നിന്ന് വരുന്ന കുട്ടിയുടെ ഇംഗ്ലീഷ് മോശമാണെങ്കിലും അങ്ങ് ആസ്ട്രേലിയയിലുള്ള കുട്ടിയുമായി ഇംഗ്ലീഷ് കേൾക്കും. പക്ഷെ അവർ ചർച്ച ചെയ്യുന്നത് ഒരു ഗ്ലോബൽ ഒരു സബ്ജക്റ്റാണ്. ഇങ്ങനെ ഒരു കുട്ടിക്ക് ഒരു വർഷം 50 ഗ്രൂപ്പ് ഡിസ്കഷനുള്ള അവസരം കിട്ടും. 6 വർഷം കൊണ്ട് 300 വിഷയത്തെക്കുറിച്ച് പ്രസംഗിച്ചിട്ടാണ് ഈ കുട്ടി പുറത്തേക്ക് വരിക. അവന്റെ ഗ്രൂപ്പ് ഡിസ്കഷൻ, അവന്റെ കോൺഫിഡൻസ്, അവന്റെ പ്രസന്റേഷൻ സ്കിൽ, ആർട്ട് ഓഫ് കൺവിൻസിങ് അതേഴ്സ്, വിഷയം എഴുതാനുള്ള കഴിവ്, ലോക സംഭവങ്ങളിലുള്ള ജ്ഞാനം, ഇതിന് അവനെ ആരും പിന്നീട് തോൽപ്പിക്കുകയില്ല. ഇത്തരത്തിൽ നമ്മൾ പറയാറുണ്ട് ഒരു ഇന്റേണൽ ഗ്രോത്ത്, നമ്മൾ പറയുന്ന ഒരു സമഗ്രമായ ഒരു ഗ്രോത്തിലേക്കാണ് വേദിക് ഇറ്റ് മീൻസ് VEDHIK. വേദിക് മീൻസ് ഫുൾ ഓഫ് നോളജ് എന്നാണ്. ഇത് വേദവുമായി ബന്ധമുള്ള ഒരു പദമല്ല, പക്ഷെ കേൾക്കുമ്പോൾ വേദവുമായി ബന്ധം തോന്നുമെങ്കിലും നമ്മുടെ വെബ്സൈറ്റ് www.VEDHIK വേദിക് IAS അക്കാദമി എന്നാണ്, academy.org. ഒന്നുകൂടെ പറയാം, www.VEDHIK IAS academy.org. ഗൂഗിളിൽ കയറി അടിച്ചാൽ ഏറ്റവും മുമ്പിൽ വരുന്ന ഒരു IAS അക്കാദമിയാണ്. നമ്മളത് ഏറ്റവും കൂടുതൽ സെർച്ച് എഞ്ചിൻ, ഏറ്റവും കൂടുതൽ ആളുകൾ വിസിറ്റ് ചെയ്യുന്ന ഒരു അക്കാദമിയാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് വിശദമായിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ എൻ്റെ നമ്പര് ഞാൻ തരാം. 94712873 94412837 അപ്പോൾ ഇവിടെ നമ്മൾ ഓൺലൈനായിട്ട് ഇവിടെ ക്ലാസ് നടക്കുമ്പോഴും പല സ്ഥലങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലും മറ്റും ഞങ്ങൾ ഈ വേദിക് ഓഫ് ക്യാമ്പസ് സെന്ററുകൾ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ 100 കുട്ടികൾ ഒരിടത്തുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്കൂൾ മൊത്തമായിട്ട് ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, ഹൈസ്കൂൾ വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളോ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ഓഫ് ക്യാമ്പസ് സെന്ററുകൾ വന്നിട്ട് ഓൺലൈനായി ക്ലാസ് കൊടുത്ത് അവിടെ വന്ന കുട്ടികളെ നമ്മൾ നേരിട്ട് ഫേസ് ടു ഫേസ് ആയിട്ട് ഇതുപോലെയുള്ള അലക്സാണ്ടർ സാറ് പോകുന്നു, നമ്മൾ ഒരു മോട്ടിവേഷണൽ ടോക്ക് ഉൾപ്പെടെ നമ്മൾ ഒരു സമഗ്ര വികസനത്തിനുള്ള ഒരു പാത കുട്ടികളെ ഞങ്ങളെ ഏൽപ്പിച്ചാൽ ഞങ്ങൾ അവരെ വിജയിപ്പിച്ച് അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുമെന്നുള്ള ഒരു ഉറപ്പാണ് ഞങ്ങളെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വി ആർ ടീച്ചിങ് സക്സസ് എന്നാണ് ഞങ്ങളുടെ സൈറ്റിലും പറഞ്ഞിരിക്കുന്നത്.
താങ്ക് യു സാർ. ഇതിനോടൊപ്പം തന്നെ വേറെ രണ്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ അത് സിവിൽ സർവീസിൽ ഇപ്പൊ കയറി കഴിഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർക്ക് പലതരം, അതായത് ഒരു 40 years സർവീസിനകത്ത് 20 to 30 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജോബ്സിലേക്കുള്ള ഒരു ചാൻസസ് ഉണ്ട് എന്നുള്ളത്. പക്ഷെ അതില് ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് പോലെ തന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് ഇല്ല. കാരണം അവരവിടെ പോയി അവിടെ ചേർന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ഇപ്പോൾ സേ ഒരു പോർട്ട് റിലേറ്റഡ് ഒരു ആളെ അപ്പോയിന്റ് ചെയ്ത് പോർട്ട് ചെയർമാൻ ആയിട്ട് ഒരു IAS ഓഫീസറെ നിയമിച്ചു. അയാൾ ചിലപ്പോൾ ഇതിന് മുമ്പ് ചെയ്ത ജോലി ഇതിൽ കണക്റ്റഡ് ആയിരിക്കില്ല. അപ്പോൾ പഠിച്ചു വരുമ്പോഴേക്കും ചിലപ്പോൾ അയാൾക്ക് അടുത്തൊരു സ്ഥലത്തേക്ക് മാറ്റമാവും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എത്രമാത്രം ഒരു അവിടെ ജസ്റ്റിസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു ഫാക്ടർ. പ്ലസ് വേറൊരു കാര്യം കൂടി, ഇന്നത്തെ ഈ ഒരു പുതിയ എൻവയൺമെന്റില് സിവിൽ സർവീസിൽ തന്നെ വല്ല മാറ്റം വരുത്താനുള്ള ആവശ്യമുണ്ടോ? എഡ്യൂക്കേഷൻ പോളിസി മാറ്റം വരുത്തിയ പോലെ തന്നെ സിവിൽ സർവീസിൽ തന്നെ അതില്ല. അതിന്റെ അകത്തേക്ക് ഇനിയിപ്പം വരാൻ സാധ്യതയുള്ള ഒരു 2014 ഇത് റിവൈസ് ചെയ്തത്. റിവൈസ് ചെയ്തപ്പോഴാണ് ഒരു വാല്യൂ സിസ്റ്റം ഉൾപ്പെടെയുള്ള ഒരു പേപ്പർ ആഡ് ചെയ്തത്. പുതിയ സാഹചര്യത്തില് രണ്ട് കാര്യങ്ങൾ കൂടി അതിന്റെ അകത്തേക്ക് ഇനിയും കടന്നു വരാനുള്ളത്. ഇവരുടെ ട്രെയിനിങ്ങിൽ കിടക്കുന്ന രണ്ട് കാര്യം. ഒന്ന്, ഇ ഗവേണൻസ് ആണ്. കാരണം ഇന്ന് പേപ്പർലെസ് ആയിട്ട് സംഭവം മൊത്തം മാറുന്നു. വിദ്യാഭ്യാസം ഒഴിച്ച് ബാക്കി എല്ലാം മാറി. തൊഴിൽ മേഖല മാറേണ്ടതായി. രണ്ട്, MIS മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. എത്രയോ ടെക്നോളജിക്കൽ ഡിവൈസുകളാണ് ചുറ്റും. കമ്പ്യൂട്ടർ, അതിൻ്റെ അകത്ത് നമ്മൾ പറയാറുണ്ട് മൊബൈൽ ഫോൺ തന്നെ നമുക്ക് SMS അയക്കാനും വാട്സാപ്പ് കാണാനുമേ നമുക്കറിയത്തില്ല. അവിടെ ഏതാണ്ട് 610ഓളം ഡിഫറെന്റ് യൂസസ് അതിൻ്റെ അകത്ത് കിടക്കുന്നു. ഈവൻ ഇൻ ദ ലാപ്ടോപ്പ് there are more than thousands of usages inside. സ്റ്റോറേജ് സ്പേസ്. അപ്പോൾ പിന്നെ സ്പേസ് റിസർച്ച്. ചൊവ്വയിലേക്ക് പോകുന്നു ആളുകളെ. അവിടെ ഷട്ടിൽ വണ്ടി ഏതാണ്ട് അങ്ങോട്ട് ഇവിടുന്നുള്ള ടൂർ ആരംഭിക്കുന്നു ചന്ദ്രനിലേക്ക്. ഇപ്പോൾ സ്പേസ് ലെവലായിട്ട് അപ്പം ഒരു ഇൻഫർമേഷൻ സിസ്റ്റത്തെ സംബന്ധിച്ചും ഗവേണൻസിനെ സംബന്ധിച്ചുമുള്ള മാറ്റം ഉണ്ടാകുന്നുണ്ട്. സാറ് പറഞ്ഞതുപോലെ അതിൻ്റെ അകത്ത് എന്തുകൊണ്ട് ഈ കുട്ടികൾക്ക്, ഈ IASകാർക്ക് അല്ലെങ്കിൽ IPSകാരെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുവെന്ന് ചോദിച്ചാൽ അവർക്ക് ഒരു ഗ്രാസ്പിംഗ് പവർ പ്രത്യേകമായിട്ടുണ്ട്. കാരണം 15 ലക്ഷം പേരിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെട്ടു വന്ന 1% ആണ് ആദ്യത്തെ 1%. ആ 1%ൽ നിന്ന് പിന്നീട് സെലക്ട് ചെയ്യപ്പെട്ടു വന്ന 20% ആണ്. ആ 20%ൽ നിന്ന് പിന്നെ സെലക്ട് ചെയ്യപ്പെട്ടു വന്ന 33%. എന്ന് വെച്ചാൽ 10,000-ൽ 6 ആണ്. അപ്പൊ അവനെ കാണുമ്പോൾ വെറുതെ നമ്മൾ ഒരു സല്യൂട്ട് അടിച്ചാൽ അതിൻ്റെ അകത്ത് അധികമൊന്നും നമ്മൾ ഈ അഹങ്കരിക്കേണ്ട കാര്യമില്ല. കാരണം അവൻ അത്രയും ഗ്രാസ്പിംഗ് പവർ ഇല്ലെങ്കിൽ അവൻ അവിടെ സീറ്റിൽ എത്തില്ല. അതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. സാറ് പറയണത് ഈ സിവിൽ സർവീസ് എക്സാമിനേഷൻ ഹാർഡ് വർക്ക് ആണോ അതോ ബുദ്ധിയാണോ കൂടുതൽ വേണ്ടത്? മാഡം, ഇത് ആദ്യം പറഞ്ഞ കാര്യമാണ് പ്രധാനപ്പെട്ട. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഒരു കഴിഞ്ഞ ഒരു 25 വർഷം കൊണ്ട് 185 വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു. 32 IASകാരുണ്ട്, എല്ലാ സ്റ്റേറ്റിലും ഉണ്ട്. 26 IPSകാരുണ്ട്, 9 IFSകാരുണ്ട്. ഇപ്പൊ 2 എക്സാമ്പിൾ ഞാൻ പറയുന്നു. ഒന്ന്, ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്ക് കിട്ടിയ 15 ലക്ഷത്തെയും പിന്നിലാക്കിയ എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആണ് ഹരിത വി കുമാർ. ആ കുട്ടി കൊല്ലത്തുള്ള ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ നിന്ന് വന്നു. ആദ്യം സിവിൽ സർവീസ് പ്രിലിംസ് എഴുതി. ആ പ്രിലിംസിന് അത് ജയിച്ച് മെയിൻസ് എഴുതി, പക്ഷേ ജയിച്ചില്ല. രണ്ടാമത് എഴുതി, പ്രിലിംസ് ജയിച്ചു, മെയിൻ ജയിച്ചു, ഏതാണ്ട് 200-നടുത്ത് റാങ്ക് വന്നു, IRS കിട്ടി. അപ്പോൾ സർവീസിൽ കയറി ജോയിൻ ചെയ്തിട്ട് വേണമെങ്കിൽ അവർക്കൊന്നുകൂടി ഇംപ്രൂവ് ചെയ്യാം, ലീവ് എടുത്ത്. ആ കുട്ടി IAS ആഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ട് മൂന്നാമത്തെ ചാൻസ് എഴുതി. പഴയ സർവീസിൽ നിന്ന് റാങ്കിൽ നിന്ന് താഴേക്ക് പോയി, ഇംപ്രൂവ്മെന്റ് വന്നില്ല. അപ്പൊ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ആകെ ഒരു കുറുക്കു വഴിയേ ഉള്ളൂ. മുൻ വർഷങ്ങളിലെ 5 വർഷങ്ങളിലെ ചോദ്യപേപ്പറുകൾ എടുത്ത് ഉത്തരങ്ങൾ മുഴുവൻ, ഒരു ചോദ്യത്തിന്റെ ഉത്തരം 5 തവണ വീതം അങ്ങ് എഴുതി പഠിക്കും. റൈറ്റിംഗ് അവിടെ വേറെ അത്ഭുതമില്ല. പ്രിലിംസ് ജയിക്കും, ഒരു കോമൺ ലെവൽ ഓഫ് നോളജ് ഉണ്ട്. പക്ഷെ മെയിൻസിന്റെ മാർക്ക് എന്ന് പറയുന്നത് നിരന്തരമായ പരിശ്രമമാണ്. അവിടെ ബുദ്ധിയെല്ലാം നമ്മൾ പറയാറുണ്ട്, ആ ഒരു മനസ്സിന്റെ ബലവും ആ ഒരു പരിശ്രമമാണ്. ആ കുട്ടി മുൻ വർഷങ്ങളിലെ ചോദ്യോത്തരങ്ങൾ മുഴുവൻ 5 തവണ വെച്ച് എഴുതി പഠിച്ചു. റിട്ടേൺ ടെസ്റ്റിന്റെ മെയിന്റെ മാർക്ക് വന്നപ്പോൾ രണ്ടാം റാങ്കുകാരനേക്കാൾ 96 മാർക്ക് മുമ്പിലായിരുന്നു ആ വിദ്യാർത്ഥി.
രണ്ടാമത് ഈയിടെ സമീപകാലത്ത് വന്ന 2016 ഇവിടെ വന്ന 2ാം റാങ്കുകാരി ഡോക്ടർ രേണുരാജ് സെയിം റിപ്പീറ്റ് ചെയ്ത് മുൻ വർഷങ്ങളിലെ മുഴുവൻ എഴുതി ആയിരക്കണക്കിന് പേപ്പറുകൾ എടുത്ത് പേജുകൾ എടുത്ത് അനേകം മണിക്കൂറുകൾ ഇരുന്ന് ചോദ്യോത്തരങ്ങൾ എഴുതി പഠിച്ച് എന്ത് വന്നാലും എഴുതാൻ തയ്യാറായുള്ള ഒരു ബുദ്ധിയും മനസ്സും കൈയും ഒരു നമ്മൾ പറയാറുണ്ട് നമ്മളൊരു എണ്ണയിട്ട യന്ത്രം പോലെ ഇതിനെ കൊണ്ടുവരിക. അവിടെ ബ്രെയിൻ എന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ പറയാറുണ്ട് ഒരു മൈൻഡ്, ആ ഒരു ബലം, ഐ ക്യാൻ എന്നുള്ള ഒരു ഇന്നർ സ്ട്രെങ്ത്, അവിടെയാണ് ആ ഹാർഡ് വർക്കിനുള്ള ഒരു നല്ല മനസ്സ് മാത്രമാണ് അവരെ വിജയത്തിലേക്ക് കൊണ്ടുവന്നത്. താങ്ക് യു സർ. താങ്ക് യു സർ. ഞങ്ങളുടെ ലയൺസിന്റെ പ്രസിഡന്റ് സുനിൽ ഒരു ക്വസ്റ്റ്യൻ ആവശ്യപ്പെട്ടിരുന്നു. സുനിൽ ജി. നമസ്കാരം സർ, വളരെ ഇൻഫോർമേറ്റീവ് സെഷൻ ആയിരുന്നു. താങ്ക് യു, സന്തോഷം ടീമിന് ഇങ്ങനെ ഒന്ന് ഓർഗനൈസ് ചെയ്തതല്ലേ. എൻ്റെ ഡൗട്ട് സർ, സ്റ്റാൻഡേർഡിനെ പറ്റിയ സ്കൂളുകളുടെ എല്ലാ ലെവലിലും ഉള്ളതുണ്ട്. താഴെ ചെറിയ ക്ലാസ് മുതൽ വലിയ ക്ലാസ് വരെയും എഞ്ചിനീയറിംഗോ മെഡിക്കൽ കോളേജ് വരെയും ഉള്ളതും. മെഡിക്കൽ കോളേജിലോ എഞ്ചിനീയറിംഗിലോ അഡ്മിഷന് വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ റഷ് ഉള്ളത് ഒരു ടോപ്പ് ലിമിറ്റഡ് നമ്പർ ഓഫ് കോളേജിലേക്കാണ്, ബാക്കിയുള്ളവർ താഴോട്ട് വരുന്നു എന്നുള്ളത്. അപ്പൊ ഈ പുതിയ പോളിസി കൊണ്ട് കുറച്ച് സമയം കൊണ്ടെങ്കിലും ഈ താഴേക്കടയിലിരിക്കുന്ന കോളേജുകളുടെ സ്റ്റാൻഡേർഡ് കൂട്ടി ഈ ഒരു റഷ് കാരണം ക്യാപിറ്റേഷൻ ഫീ അല്ലെങ്കിൽ പിന്നെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് വലിയൊരു എമൗണ്ട് കൊടുക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇതിൽ എന്തെങ്കിലും മാറ്റം വരാൻ ചാൻസ് ഉണ്ടോ ഈ പോളിസി കൊണ്ട്? അവിടെ ഒന്ന്, ഗവൺമെന്റ് ക്വാളിറ്റി മെഷേഴ്സ് ഒന്നുകൂടി നോക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ചില്ല എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഒരു നാഷണൽ അസസ്മെന്റ് അക്രിഡിറ്റേഷനിൽ എ ഗ്രേഡ് കിട്ടുന്ന കോളേജിന് മാത്രമേ ഓട്ടോണമസ് കിട്ടൂ. ഓട്ടോണമസ് കിട്ടുന്ന കോളേജുകൾ ഒഴിച്ച് ബാക്കി കോളേജുകളോട് 2030 കൂടി പൂട്ടണമെന്ന് പറഞ്ഞാൽ ഗുണനിലവാരമില്ലാത്ത സ്ഥാപനങ്ങൾ പൂട്ടപ്പെടും. 2, ഇതിൻ്റെ അകത്ത് രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് കരിക്കുലം അല്ലെങ്കിൽ സിലബസ് 2 വർഷം 3 വർഷം കൂടുമ്പോൾ നവീകരിക്കുന്നുണ്ട്. പക്ഷേ ആ നോളജ് പകർന്നു കൊടുക്കാൻ അത്രമാത്രം സ്കില്ലുള്ള അധ്യാപകർ ഇന്ന് ഇല്ല. കഷ്ടിച്ച് നമ്മൾ ആരെയും ചെറുതാക്കി കാണിക്കുകയോ കുറ്റം പറയുകയോ അല്ല. എംടെക് എങ്ങനെയെങ്കിലും ഒരു ഡിഗ്രി എടുത്ത് പുറത്തു വരുന്ന അധ്യാപകരെ ആണ് പല എഞ്ചിനീയറിംഗ് കോളേജിലും പഠിപ്പിക്കുന്നത്. ഇന്നലകളിൽ അതല്ല, ഏറ്റവും ടോപ്പ് മാർക്കിൽ വരുന്നവരാണ്, നല്ല ബെസ്റ്റ് റിസോഴ്സ് ഉള്ളവരാണ് ടീച്ചേഴ്സ് ആയിട്ട് വരിക. സാലറിയുടെ ഒരു പ്രശ്നമുണ്ട്. കിട്ടുന്ന സാലറി 15,000 അതിൽ താഴെയോ 10 ഒക്കെ ആകുമ്പോൾ അതിൽ കൂടുതൽ ക്വാളിറ്റിയുള്ള ആളുകളെ കിട്ടാനും ബുദ്ധിമുട്ട് വരികയാണ്. അപ്പോൾ സിലബസിന്റെ കുഴപ്പമല്ല, മറിച്ച് അവിടെ നടക്കുന്ന ആ ഒരു ലേണിംഗ് ടീച്ചിങ് പ്രോസസ്സിന്റെ ക്വാളിറ്റിയിലുള്ള ഒരു കുറവാണ് കാണുന്നത്. പിന്നീട് ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്ന ഫീസ് എല്ലാ സ്ഥാപനങ്ങൾക്കും ഒരേ ഫീസാണ്. പക്ഷെ അവര് വാങ്ങുന്ന ഫീസ് പല സ്ഥാപനങ്ങൾക്കും പലതാണ്. അത് ഗവൺമെന്റിന്റെ ഇടപെടലുകൾ കൊണ്ട് മാത്രം ഈ ക്വാളിറ്റിയും ഗ്രേഡും കൂടുന്നതനുസരിച്ച് ചില സ്ഥാപനങ്ങളുടെ ഫീസിലും വ്യത്യാസം വരുന്നു അല്ലെങ്കിൽ വരുത്തുന്നു എന്നുള്ളത് നമ്മൾ ഈ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുന്നില്ല എങ്കിൽ പോലും നിത്യജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. താങ്ക് യു സുനിൽ. താങ്ക് യു സർ. നാണു സാർ. കേൾക്കാം. നാണു സാർ മ്യൂട്ട് ആയിട്ട് നിൽക്കുകയാണ്. അല്ലല്ല, കേൾക്കാം. ഇടയ്ക്ക് തെറ്റൊന്ന് പോയി, അതായത് സംഭവിച്ചു പോയത്. അതാണ്. അല്ല, ഓക്കെ. എനിക്ക് ചോദ്യമല്ല, എനിക്ക് ഈ യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് ബാബു സെബാസ്റ്റ്യൻ സാറിന്റെ ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് യഥാർത്ഥത്തിൽ തോന്നിയത്, സാറൊക്കെ യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റിയലി ഓപ്പണിംഗ് ദ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഗ്ലോബലി. എംപ്ലോയ്മെന്റ് തലത്തിലും ബിസിനസ് തലത്തിലും അല്ലെ എന്റർപ്രണർഷിപ്പ് തലത്തിലേക്കുമുള്ള അധികാര കേന്ദ്രത്തിലേക്ക് പോകുന്ന തരത്തിലേക്കാണ് ഈ പറയുന്ന യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു IAS പഠനം സഹായിക്കപ്പെടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്.
കാരണം സാർ അതിന്റെ സബ്ജക്റ്റുകൾ പറഞ്ഞ് 300-ൽ പരം വേദികളിൽ പ്രസന്റേഷൻ നമ്മൾ നടത്തുന്നു, അല്ലെ സ്പീച്ച് നടത്തുന്നു. ദാറ്റ് മീൻസ് നമ്മുടെ നെഗോഷിയേഷനും കമ്മ്യൂണിക്കേഷനുമായിട്ടുള്ള സ്കിൽ അത്ര അപ്പറാവുകയാണ്. ജിയോഗ്രഫി, സോഷ്യോളജി, ജനറൽ നോളജ്, മാത്തമാറ്റിക്സ്, ഇതേ തരത്തിലുള്ള എല്ലാ സബ്ജക്റ്റുകളെയും നമ്മൾ പഠിക്കപ്പെടുന്നു. യോഗ നമ്മൾ ചെയ്യപ്പെടുന്നു. കമ്മ്യൂണിക്കേഷന്റെ എല്ലാ സ്റ്റേജസും വരുന്നത് ഒരു 8ാം ക്ലാസ് തൊട്ട് പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ അയാൾ ഒരു +2 കഴിഞ്ഞതിന് ശേഷം നിലവിലുള്ള എഡ്യൂക്കേഷന്റെ തലത്തിൽ വെച്ചുകൊണ്ട് നോക്കുമ്പോൾ ഏതൊരു കോമ്പറ്റീറ്റീവ്, ഇപ്പൊ അയാൾക്ക് മെഡിക്കൽ സയൻസിന് പോകണമെങ്കിൽ MBBSന്റെ എൻട്രൻസ് എഴുതുമ്പോഴും അഗ്രികൾച്ചറിന്റെ എഴുതുമ്പോഴും NDAയുടെ എഴുതുന്ന സമയത്തും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ബാങ്കിങ് മേഖലയിലേക്ക് വരുന്നതിലും ഐസറിലേക്കും സയന്റിസ്റ്റായിട്ട് പോകാനും വരുന്നതിനൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റീസ് അവിടെ നിന്ന്. ദെൻ ഇവര് IASന് ശ്രമിക്കുക, IASൽ അത്രയ്ക്ക് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർക്ക് IASലേക്ക് പോകാനും, എന്നാൽ IAS അല്ല മറ്റു തരത്തിലുള്ള PSC ടെസ്റ്റുകളോ UPSC ടെസ്റ്റുകളോ ബാങ്കിങ് മേഖലയിലേക്കോ ലോയിലേക്കോ ചാർട്ടേഡ് അക്കൗണ്ടായിട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത്തരത്തിലേക്ക് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന അപ്പർ ലെവലിലേക്ക്, ഇപ്പൊ വേൾഡ് UN പോകുന്ന സാറാ ഗ്ലോബൽ തലത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ UN ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, ഇങ്ങനെയൊക്കെയുള്ള വരുന്ന ബിംകോ മാതിരി വരുന്ന ILO ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനിലേക്ക് പോകാൻ പറ്റുന്ന, ദാറ്റ് മീൻസ് നമ്മൾ യഥാർത്ഥത്തിൽ പറഞ്ഞ ഒരു കുട്ടിയെ 8ാം ക്ലാസ്സോ അല്ല 10ാം ക്ലാസ്സോ +2 ഡിഗ്രിയോ തൊട്ടോ ഇതിനകത്തിലേക്ക് വന്ന് ജോയിൻ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഇത് പറഞ്ഞ IAS, IFS, IRS എന്ന് പറയുന്ന ഒരു തലം മാത്രമായിട്ടല്ല, ഗ്ലോബൽ ഗ്രാസ് റൂട്ട് തൊട്ട് ഗ്ലോബൽ തലത്തിലേക്കുള്ള ഒരു എംപ്ലോയ്മെന്റിന്റെയും എന്റർപ്രണർഷിപ്പിന്റെയും ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് സാർ തുറന്നതായിട്ടാണ് എനിക്ക് അതിനകത്ത് തോന്നുന്നത് ഈ പറയുന്ന ഒരു കാര്യത്തിനകത്ത്. എനിവേ, എനിക്ക് സാറിനോട് പറയാനുള്ളതെന്ന് പറഞ്ഞാല് ഒരുപാട് പുത്തൻ അറിവുകൾ, ഒരുപാട് തരത്തിലേക്കുള്ള കാര്യങ്ങൾ, അത് സാർ വളരെ ഷാർപ്പ് ഷൂട്ടറായിട്ടാണെന്ന് പറയപ്പെടുന്നത്. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ആ സബ്ജക്ട് നമ്മളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചു. അൺഫോർച്ചുനേറ്റ്ലി ഇത്രയും നല്ല സബ്ജക്റ്റുകളൊക്കെ നമ്മുടെ നാട്ടിൽ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ നാടും ഗൾഫും ഒക്കെ ഇതിനെ കൃത്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നില്ലല്ലോ എന്നുള്ളതാണ് എൻ്റെ സങ്കടം. ഈ പറയുന്ന ഒരു അവസരത്തിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്തതിന്റെ കാരണം എന്ന് തന്നെ പറയുന്നത് ഗൾഫും ബാക്കിയുള്ള ആൾക്കാരിലേക്ക് ഇത്തരത്തിലേക്ക് നമ്മുടെ നാട്ടിലുമുള്ളവർക്ക്, സാറിന്റെ ആദ്യത്തെ സ്പീച്ച് കേട്ടപ്പോൾ തന്നെ എനിക്കുണ്ടായിട്ടുള്ള ഒരു മോട്ടിവേഷൻ, അങ്ങനെയാണ് ഞാൻ സന്തോഷമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. ഒന്നും എക്സ്പ്ലോർ ചെയ്യുന്നില്ല എന്നുള്ള ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. എനിവേ, സാർ ഇതിനു വേണ്ടി എടുത്ത ഒരു എഫർട്ട് എനിക്ക് ദിസ് ഇസ് റിയലി ഫാന്റാസ്റ്റിക്. ഓക്കെ, ഗ്രേസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് നമുക്ക് ഇത് കേൾക്കാൻ ഒരു അവസരം കിട്ടിയത് തന്നെ വളരെ സന്തോഷകരമായിട്ട് എനിക്ക് തോന്നുന്നു. താങ്ക്സ് സെബാസ്റ്റ്യൻ സാർ, താങ്ക്സ് സന്തോഷേട്ടൻ, ബാക്കി എല്ലാവർക്കും നന്ദി പറയുന്നു. എല്ലാവരും ഈ അവസരം എക്സ്പ്ലോർ ഫ്യൂച്ചറിലും ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. ബിക്കോസ് ഇത് ഓൺലി നോട്ട് ഫോർ IAS, എനി പാർട്ട് ഓഫ് ദാറ്റ് എംപ്ലോയ്മെന്റ് ഓർ ബിസിനസ്സിലേക്ക് നിങ്ങൾക്ക് പോകാൻ നിങ്ങളെ മോൾഡ് ചെയ്യുകയാണ്. ദിസ് ഈസ് സംതിങ് സ്പെഷ്യൽ. പ്ലീസ്. താങ്ക് യു നാണു സാർ. നമുക്കിനി മറ്റേ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് സാർ. പറഞ്ഞോളൂ. ആരാണ്? സാർ, ഞാനൊരു പാസ്റ്ററാണ് സാർ. നാണു സാറുമായിട്ടുള്ള കോണ്ടാക്ട്സ് ആണ് ഞാൻ ഈ സൂമിൽ വന്നത്. അപ്പോൾ തന്നെ ഞാൻ ഷിപ്പിംഗ് ലോജിസ്റ്റിക്സിനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ എനിക്കുള്ള ചോദിച്ചാൽ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഈ 3 ലാംഗ്വേജ് ഫോർമുല, അപ്പം ഈ ചില 3 ലാംഗ്വേജ് പഠിക്കണമെന്ന്, അതിനെക്കുറിച്ച് സാർ ഒന്ന് മെൻഷൻ ചെയ്യാം. അത് നമ്മള് 5ാം ക്ലാസ് വരെയും നിർബന്ധമായും വെർണാക്കുലർ മദർ ടങ്ങിലൂടെ പോകണമെന്നൊരു പോളിസി ശുപാർശ ചെയ്യും. രണ്ടാമത്, ഹിന്ദി എന്ന് പറയുന്ന ലാംഗ്വേജിനെ സംബന്ധിച്ച് കസ്തൂരിരംഗൻ കമ്മിറ്റിയിൽ ശുപാർശ ഉണ്ടായിരുന്നുവെങ്കിലും ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഡോക്യുമെന്റിൽ, മിനിസ്ട്രി പുറത്തിറക്കിയ ഡോക്യുമെന്റിൽ ആ ഭാഗം അവര് ഉൾപ്പെടുത്തിയില്ല. അപ്പോൾ ഇപ്പോൾ നിലനിൽക്കുന്ന ലാംഗ്വേജിന്റെ സംവിധാനത്തിൽ നിന്ന് മാറ്റം പ്രതീക്ഷിക്കേണ്ട. പക്ഷേ നമ്മളിപ്പോൾ പ്രശ്നം എന്ത് എന്ന് ചോദിച്ചാൽ 100% വിദ്യാർത്ഥികളെയും സ്കൂളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ആ ആദ്യത്തെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5 ആ യൂണിറ്റ് മാതൃഭാഷയിലേക്ക് ഇറക്കിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. അതൊരു ഡിബേറ്റിംഗ് ഇഷ്യൂ ആയിട്ട് നിലനിൽക്കുമ്പോഴും ഒരു രാജ്യം അതിൻ്റെ പോളിസി ഡോക്യുമെന്റ് ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ
ഏറ്റവും താഴെ തട്ടിൽ നിൽക്കുന്ന സാധാരണക്കാരനെ നോക്കിയേ ഡ്രാഫ്റ്റ് ചെയ്യാൻ രാജ്യത്തിന് സാധിക്കും. മുകൾ തട്ടിൽ നിൽക്കുന്നവർക്ക് അതുകൊണ്ട് തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഉണ്ടോ എന്നുള്ളത് അതിനുള്ള ചിലപ്പോഴുള്ള സംവിധാനങ്ങൾ പിന്നീട് ആലോചിക്കേണ്ടതാണ്. അതേ സമയത്ത് നമ്മൾ ഈ ലാംഗ്വേജ് വെർണാക്കുലറിലേക്കല്ല കുട്ടികളെ കൊണ്ടുവരുന്നത് എങ്കിൽ ആ കുട്ടി 1-ാം ക്ലാസ്സിൽ കൊണ്ടിരുത്തുമ്പോൾ തന്നെ മിക്കവാറും അവന്റെ പഠനത്തെ സംബന്ധിച്ച് അവനുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാം. അപ്പൊ പോളിസി എടുത്തപ്പോൾ 1-5 വരെയും മാതൃഭാഷയിൽ പഠിക്കട്ടെ, 2 നിലനിൽക്കുന്നത് പോലെ തന്നെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജിന്റെ പ്രാധാന്യം കുറയ്ക്കേണ്ടതില്ല, 3 കമ്പൽസറി ആയി ഹിന്ദി പഠിക്കണമെന്നുള്ളതിന് ഒരു ശുപാർശയൊന്നും പുതിയ പോളിസിക്കകത്ത് വന്നിട്ടില്ല. ഈ പോളിസിയിൽ നിന്ന് പിന്നീട് ഉണ്ടാകുന്ന ഒരു ഡ്രാഫ്റ്റ്, ആ ഡ്രാഫ്റ്റ് 2021 മാർച്ച് 31 അത് പുറത്തു വരികയുള്ളൂ. അപ്പോൾ അത് പുറത്തു വന്നു കഴിയുമ്പോഴാണ് ഓരോ സ്റ്റേറ്റിനും സംബന്ധിച്ചും ആ സ്റ്റേറ്റുകളുടെ ശുപാർശകൾ നേരത്തെ കൊടുത്തിട്ടുണ്ടെങ്കിലും അവർ കൂടി ഉൾപ്പെടുന്ന സമിതിക്കകത്ത് നിന്ന് ഇതിനൊരു റെഗുലേഷൻ പുറത്തേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ആക്റ്റായിട്ട് പുറത്തേക്ക് വരുമ്പോൾ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോഴുള്ള സിസ്റ്റത്തിൽ നിന്ന് വലിയ വ്യത്യാസമില്ല. പക്ഷേ 5 വരെയുള്ള പഠനത്തിൽ മാതൃഭാഷയ്ക്ക് പ്രാധാന്യം മുമ്പന്നത്തേക്കാൾ വർദ്ധിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. ഹിന്ദി കമ്പൽസറി എന്നുള്ളത് ആ ശുപാർശയ്ക്കകത്തുണ്ട്, പോളിസിക്കകത്തില്ല. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു. സന്തോഷ് സാറേ, സാർ പോയോ? സാറ് ഞാൻ മ്യൂട്ടായി പോയി. ഞാൻ ഇതോടുകൂടി ഈ ക്വസ്റ്റനോട് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യണം. ഞങ്ങളെല്ലാരും ഇവിടെ ഇരുന്ന് സാറ് സ്ഥലം ഇല്ല, വോയിസ് പോയി. രഞ്ജിത്ത് പ്ലീസ് പോയിട്ട്. രഞ്ജിത്ത് ഞങ്ങളുടെ ലയൻസിന്റെ സെക്രട്ടറിയാ. രഞ്ജിത്തിന് ഒരു ക്വസ്റ്റൻ ഉണ്ട്. നമസ്കാരം ബാബു സാറേ. നമസ്കാരം. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. നാണു സാർ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെയുള്ള ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടാനുള്ള ഓപ്ഷൻസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു വളരെ ഇൻഫോർമേറ്റീവ് സെഷൻ. എനിക്കൊരു 2 സംശയങ്ങളുള്ളത്. ഇതിനു മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട്, ഇവിടെ പ്രവാസിയായ ഒരു കുട്ടിക്ക് 8th തൊട്ട് നാട്ടിൽ പഠിച്ചാൽ മാത്രമേ ഒരു സിവിൽ സർവീസ് എക്സാം എഴുതാനുള്ളൊരു ഓപ്ഷൻ ഉള്ളൂ എന്നൊരു ശ്രുതി നേരത്തെ കേട്ടിട്ടുണ്ട്. എത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്കറിയില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു നിയമങ്ങൾ വല്ലതും ഉണ്ടോ? ഒരു കുട്ടി 8ാം തരം തൊട്ട് 4 തരം പഠിക്കണമെന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റീജിയണൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണമെന്നോ, മലയാളം അല്ലെങ്കിൽ ഏതെങ്കിലും റീജിയണൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം, അങ്ങനെ വല്ല നിർബന്ധം വല്ലതും ഉണ്ടോ ഇതില്? അല്ല, അവിടെ പറയുന്നതിന്റെ അകത്ത് ഒരു പോയിന്റ് ഉണ്ട്. അത് കേരളത്തിൽ പഠിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇന്ത്യൻ സർവകലാശാലകൾ ഓർ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ അംഗീകരിച്ചിരിക്കുന്ന ഏതെങ്കിലും സർവകലാശാലയിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു ബിരുദം, 21 വയസ്സ്, ഇന്ത്യൻ പൗരത്വം, 3 കാര്യങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. പിന്നെ കേരളത്തിൽ പഠിക്കണമെന്നുള്ളതല്ല പ്രശ്നം. ആ വിദ്യാർത്ഥിക്ക് പ്രിലിമിനറി പരീക്ഷ പാസ്സായി കഴിയുമ്പോൾ മെയിൻ പരീക്ഷയിൽ 2 കമ്പൽസറി ലാംഗ്വേജ് പേപ്പറുകൾ ഉണ്ട്. ആകെ 9 പേപ്പറുകളിൽ 4 ജനറൽ സ്റ്റഡീസ്, 2 കുട്ടിക്ക് താല്പര്യമുള്ള വിഷയം എക്കണോമിക്സോ പൊളിറ്റിക്സോ ഏതെങ്കിലും, 1 ജനറൽ എസ്, ഇങ്ങനെ 7. 1 ജനറൽ ഇംഗ്ലീഷ്. അത് 30, ഒരു സംശയമുണ്ട്, 30 ആയിരുന്നു നേരത്തെ, 35 ആണോ സംശയമുണ്ട്. ജസ്റ്റ് പാസ് മതി. അത് റാങ്കിങ്ങിന് കൂട്ടില്ല. കുട്ടിക്ക് ഇംഗ്ലീഷ് അറിയാമോ? അറിയാം. 1 മദർ ടങ്, മലയാളം. ആ മലയാളത്തിൽ സത്യത്തിൽ കിടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മലയാളത്തിന്റെ എല്ലാ അക്ഷരങ്ങളും കുട്ടിക്ക് അറിയാമെങ്കിൽ തോക്കാൻ നമ്മൾ സമ്മതിക്കില്ല. അതാണ് പരീക്ഷയുടെ ഒരു രീതി എന്ന് പറയുന്നത്. ആശയം വിപുലീകരിക്കുക. ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിന്റെ താഴെ കൊടുത്തിരിക്കുന്ന 5-6 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഒരു 3-4 പാരഗ്രാഫിൽ കിടക്കുന്ന സാധനം ഒരു പാരഗ്രാഫിലാക്കി ചുരുക്കുക, അർത്ഥം എഴുതുക. ഇത്തരത്തിലെ ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന മലയാളത്തിന്റെ ഒരു രീതിയാണ്. അതായത് എഴുതാനും വായിക്കാനും മലയാളം അറിയാമോ. അത് ജസ്റ്റ് പാസ്സാണ്.
ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ വെരിഫൈ ചെയ്തിട്ട് 35ലേക്കും 30ലേക്ക് പോയോ എന്നൊരു സംശയമുണ്ട്. അത് തോറ്റിട്ടൊന്നും ഇന്ത്യ ചരിത്രത്തിൽ ആരും സിവിൽ സർവീസ് തോറ്റിട്ടില്ല. അത് ജയിച്ചെങ്കിൽ മാത്രമേ മറ്റു പേപ്പറുകൾ നോക്കൂ എന്നുള്ളത് ശരിയാണ്. പക്ഷെ അത് ഒരു വെറുതെ ഒരു ക്വാളിഫയിങ് എക്സാമിനേഷൻ ആണ്. പകരം നമ്മൾ പറയുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കുട്ടിക്ക് സന്തോഷ് സാറും നാണു സാറും എടുത്തു പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ നമ്മളിപ്പോൾ നമ്മളുടെ കുട്ടികൾക്ക് നമ്മൾ പരസ്യമാക്കാൻ നമുക്ക് പറ്റാത്ത ഒരു കാര്യമുള്ളത്, ഒരു ലക്ഷ്യബോധം എന്ന് പറയുന്നത് എഞ്ചിനീയർ, ഡോക്ടർ എന്നതിലേക്ക് അങ്ങ് ഒതുങ്ങിപ്പോയി, ചുരുങ്ങിപ്പോയി. അതിനപ്പുറത്ത് എന്തുണ്ട്? ഒരു ചലഞ്ചുണ്ട്. ഇപ്പൊ UN പോകുന്നു. ഇപ്പൊ LLB പഠിച്ച കുട്ടി, ഉദാഹരണമായിട്ട് എൻ്റെ ഒരു സുഹൃത്ത് അവിടെ ഷറഫുദ്ദീൻ എന്ന് പറഞ്ഞ ഒരാൾ IAS രാജിവെച്ച് അവിടെ പോയി വേൾഡ് ബാങ്കിൽ ചെന്നു. ഏണിംഗ് മോർ ദാൻ 10 lakhs rupees വിത്തൗട്ട് ടാക്സ്. വൈഫ് അവിടെ ഉണ്ട്. അപ്പൊ ഒരു മോൾ ഉണ്ടായിരുന്നു, പഠിച്ച് LLB പഠിച്ച് LLM പഠിച്ച് UN അഡ്വക്കേറ്റ് ആണ്. നാണു സാറാണ് സൂചിപ്പിച്ചത്. നമ്മളുടെ കുട്ടികൾക്ക്, നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ അങ്ങനെ ഒരു ലക്ഷ്യം പോലുമില്ല. അവിടുത്തെ ലോ എക്സാം എഴുതി, കോമ്പറ്റീറ്റീവ് എക്സാം എഴുതി അവിടെ കയറിയാൽ വേറെ ഏത് വിദ്യാർത്ഥിയേക്കാൾ, ഏത് രാജ്യത്ത് നിന്ന് വരുന്ന വിദ്യാർത്ഥിയേക്കാൾ കൂടി നമ്മുടെ പിള്ളേർ അവിടെ ഷൈൻ ചെയ്യുന്നു. UN വരുമ്പോഴേക്കും പല രാജ്യങ്ങളുടെ പല കേസുകൾ വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ അതിനുവേണ്ടി ആർബിട്രേഷൻ ഇറങ്ങുന്ന ലീഗലായിട്ടുള്ള ആളുകളുണ്ട്. ആ ഫീൽഡിലേക്ക് ഇറങ്ങിപ്പോവുകയാണ്. ജോലി കിട്ടിയാൽ ആദ്യത്തെ മാസം തന്നെ കിട്ടുന്നത് 6.5 lakhs rupees വിത്തൗട്ട് ടാക്സ്. 65 വയസ്സ് വരെ സർവീസ്. ഇത് പറഞ്ഞു കൊടുക്കാനോ വഴി കാണിച്ചു കൊടുക്കാനോ പോലും പിള്ളേർക്ക് സാധിക്കുന്നില്ല. ഇതിനുള്ള ഒരു വഴിയാണ് വേദിക് അക്കാദമി കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചത്. എന്താണ് മക്കളെ നിങ്ങളുടെ മുമ്പിൽ ഉള്ളത്? ഇന്നതാണ്. അത്രയും പറഞ്ഞു വെച്ച് എന്താണ് ജന്മസിദ്ധമായിട്ടുള്ള കഴിവ്, അത് പരിശോധിക്കും. ഇനി ബാക്കി ഞങ്ങൾ ഏറ്റെടുത്തു. ഈ വഴിയെ കൂടി അങ്ങേയറ്റം വരെ ആ കുട്ടി ജീവിതത്തിൽ എവിടെയെങ്കിലും എത്തിച്ചേരുന്നത് വരെ ആ കുട്ടിയെ എത്തിക്കുന്നതിനുള്ള വലിയൊരു കഴിവ്, ആ ഒരു സപ്പോർട്ടാണ് സത്യത്തിൽ. അലക്സാണ്ടർ ജേക്കബ് സാറുണ്ട്, പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പഴയ വൈസ് ചാൻസലർ ആയിട്ടുള്ള മുഹമ്മദ് ബഷീർ ഉണ്ട്, കർണാടക പഴയ DGP ആയിരുന്ന ശങ്കർ പിദാരി ഉണ്ട്, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ ഹെഡായിട്ടിരുന്ന OP മുനീച്ചയുണ്ട്, പിന്നെ മിലിറ്ററിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഷീമയുണ്ട്, കേണൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ IAS പരിശീലകനായ IAS-കാരൻ വിവേക് അത്രയുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭരായ ഒരു അധ്യാപകരുടെ ഒരു നിര നിന്ന് വളരെ സയന്റിഫിക്കായി ഡിസൈൻ ചെയ്ത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഹൈസ്കൂൾ തലം മുതൽ പരിശീലന പദ്ധതി ആരംഭിച്ചത്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇത്രയും ചെറിയ ഒരു ഫീസിൽ. കാരണം ഇത് ഓൺലൈൻ ആയതുകൊണ്ട് ലാർജ് വോളിയം നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഇന്ത്യയിൽ തന്നെ എനിക്ക് തോന്നുന്നു 1000-ഓളം ഓഫ് ക്യാമ്പസുകൾ വരികയാണ്. പല സ്റ്റേറ്റിൽ, ഓരോ ജില്ലയിലും ഓരോ ഓഫ് ക്യാമ്പസ് വന്ന് അവിടുത്തെ വിദ്യാർത്ഥികളെ സമാഹരിച്ച് അവർക്ക് വേണ്ട പ്രോത്സാഹനവും സപ്പോർട്ടും കൊടുത്തു പോകുന്നു. ഞങ്ങൾ ചെയ്യുന്നത് ഒരു സ്ഥാപനത്തിൽ 10, 100, 150 വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അത് ലേണിംഗ് സെന്റർ ആയിട്ട് അപ്രൂവ് ചെയ്യും. ആ വിദ്യാർത്ഥികൾക്ക് അവരുടെ സമയം അനുസരിച്ച് ക്ലാസ് കൊടുക്കും. ഞങ്ങളുടെ അധ്യാപകർ അവിടെ പോയി അവർക്ക് സ്പെഷ്യൽ കോച്ചിങ് നടത്തും. ഇത്തരത്തില് 3 സംവിധാനങ്ങളുണ്ട്. 1 ഓൺലൈൻ സിവിൽ സർവീസ് ട്രെയിനിങ്, 2 അതിൻ്റെ അകത്ത് നമ്മൾ കാണുന്ന ഒരു ഓഫ് ക്യാമ്പസ് സെന്ററുകൾ, 3 നമ്മൾ കാണുന്ന ഒരു ലേണിംഗ് സെന്ററുകൾ. ഇത് 3 ഒരേപോലെ മുമ്പോട്ട് പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ലേണിംഗ് സെന്ററിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ ഒരു നമ്പർ കൂടി തരാം. 73 562 07 999 73 562 07 999. അപ്പോൾ ഓഫ് ക്യാമ്പസ് സെന്ററുകൾ ഒരു പ്രത്യേക റീജിയണിലുള്ള, ഞങ്ങൾ ഇവിടെ ഓൺലൈനും ഇൻഫോ പാർക്കും ആയതുകൊണ്ട് കുട്ടികളുമായി നേരിട്ട് ബന്ധപ്പെട്ട് അവർക്ക് അവരുടെ സംശയങ്ങൾ ചോദിക്കുക, അവർക്ക് സ്പെഷ്യൽ ലോക്കൽ സപ്പോർട്ട് സിസ്റ്റം കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓഫ് ക്യാമ്പസ് സെന്ററുകൾ ഡിസൈൻ ചെയ്തത്. എന്നാൽ വിദേശ രാജ്യങ്ങളിലും ഈ ഊട്ടി, ബോംബെ, കൽക്കത്ത ഇവിടെയെല്ലാം ലേണിംഗ് സെന്ററുകൾ, ഒരു സ്ഥാപനത്തെ തന്നെ നമ്മൾ നമ്മുടെ വേദിക് ലേണിംഗ് സെന്റർ ആയിട്ട് അപ്രൂവ് ചെയ്തിട്ട് അവിടുത്തെ കുട്ടികളെ പ്രത്യേകമായിട്ട് എടുത്ത് അവർക്ക് വേണ്ട കെയർ കൊടുത്ത് മുമ്പോട്ട് പോകുന്ന സംവിധാനവും ഉണ്ട്. ഈ എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് എൻ്റെ നമ്പരോ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ
ഓഫ് ക്യാമ്പസ് സെന്ററിന്റെയും ലേണിംഗ് സെന്ററിന്റെയും ചാർജുള്ള ആ ഒരു കുട്ടിയുടെ നമ്പർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനങ്ങൾ, നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനങ്ങൾ, നിങ്ങളുടെ സുഹൃത്തുക്കൾ നടത്തുന്ന സ്ഥാപനങ്ങൾ, നിങ്ങളുടെ സുഹൃത്തുക്കളുടെ മക്കൾ, ബന്ധുക്കളുടെ മക്കൾ, ഇത്തരത്തിൽ ഇവരെ നമ്മൾ ഒരു ട്രാക്കിലേക്ക്, ഒരു ലക്ഷ്യബോധം കൊണ്ടുവന്ന് ആപ്റ്റിറ്റ്യൂഡിലൂടെ സുനിൽ സാർ സൂചിപ്പിച്ചതുപോലെ അവന്റെ ജന്മസിദ്ധമായ കഴിവറിഞ്ഞ് ഒരു വഴി കാണിച്ചു കൊടുക്കാൻ സാധിക്കുക. ഒന്നെങ്കിൽ UN പോയി നാളെ അതിന്റെ സെക്രട്ടറി ജനറൽ വരെ ആകാനുള്ള വഴി, അല്ലെങ്കിൽ UN പോയി അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ ടോപ്പിലെത്താനുള്ള വഴി, അല്ലെങ്കിൽ ലോ ആണ് ഇഷ്ടമെങ്കിൽ UN പോയി അവിടുത്തെ ആ ലീഗൽ പാനലിലേക്ക് കയറാനുള്ള വഴി, എഞ്ചിനീയറിംഗ് ആണെങ്കിൽ UN പോയിട്ട് അവിടുത്തെ നമ്മൾ പറയാറുണ്ട് പ്ലാനിംഗ് സർവീസിൽ കയറാനുള്ള വഴി, വേൾഡ് ബാങ്കിലുള്ള സാധ്യതകൾ, എക്കണോമിക്സ്, അതിൻ്റെ അകത്ത് നമ്മൾ CA പോലെയുള്ള കോഴ്സുകൾ, അപ്പോൾ MBA, ഫിനാൻസ്, ഇത്തരത്തിൽ നമ്മൾ ഓപ്പർച്യൂണിറ്റികൾ ഇങ്ങനെ വളരെ വിശാലമായിട്ട് കിടക്കുകയാണ്. അപ്പോഴും നമ്മുടെ പിള്ളേര് ഈ പഴയ പോലെ തന്നെ എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, എഞ്ചിനീയറിങ്ങിനെ ചെറുതായി പറയുകയല്ല, എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന 85% ഇപ്പോൾ ഒരു അൺഎംപ്ലോയ്ഡ് യൂത്തിലേക്ക് കണക്ക് കൂട്ടപ്പെടുകയാണ്. സാച്ചുറേഷൻ പീരീഡ് കഴിഞ്ഞു നിൽക്കുന്നു. ടോപ്പിൽ വരുന്നവർ രക്ഷപ്പെടുന്നു, അല്ലാതെ വരുന്ന കുട്ടികൾ പലപ്പോഴും ഇപ്പോൾ കിട്ടുന്നത് പ്രീ ഡിഗ്രിക്കാർക്ക് കിട്ടുന്നത് പോലെ തന്നെ എവിടെയെങ്കിലും ഒരു ചെറിയ ജോലിയും 10-15 രൂപ സാലറിയുമാണ്. വളരെ പരിതാപകരമായ ഒരവസ്ഥയിലേക്ക് സംഭവങ്ങൾ പോകും. നല്ല കമ്പനികൾക്ക് നല്ല ബ്രെയിനുകൾ, അത് ഒരു ഫസ്റ്റ് 7%, ഇടത്തരം കമ്പനികൾക്ക് ഇടത്തരം ബ്രെയിനുകൾ, അതൊരു സെക്കൻഡ് 7%, ബാക്കി മുഴുവൻ വളരെ പരിതാപകരമായ അവസ്ഥയിലേക്ക് തൊഴിൽ അന്വേഷിച്ച് ഇങ്ങനെ അലഞ്ഞു നടക്കേണ്ട അവസ്ഥയിലേക്ക് സംഭവങ്ങൾ പോകും. താങ്ക് യു സാർ. ഒരു കാര്യം സാർ, ഒരു കാര്യം കൂടെ ഞാൻ ഇതിനകത്ത് ആഡ് ഓൺ ചെയ്തോട്ടെ. അതായത് ഇപ്പോൾ ബാബു സെബാസ്റ്റ്യൻ സാർ പറഞ്ഞതിനകത്തില് ഗൾഫ് സെക്ടറിനുള്ള ഇതിനകത്തിലെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളെയൊക്കെ ഈ ഇനിഷ്യൽ സ്റ്റേജിൽ തൊട്ട് നമുക്ക് ഇത്തരത്തിൽ ട്രെയിൻ ചെയ്തുകൊണ്ട് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കാര്യം, ഒന്ന് ഗൾഫ് സെക്ടറിലുള്ള നമ്മുടെ കുട്ടികളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ ഫ്ലുവൻ്റ് ആയിട്ട് ബോത്ത് കമ്മ്യൂണിക്കേഷനും റീഡിങ്ങും അവർക്ക് വളരെ കൂടുതലായിട്ടുണ്ട്. അപ്പം അത് മാത്രമല്ല വിവിധ തരത്തിലുള്ള നാഷണാലിറ്റി ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്തിട്ടാണ് അവർ സ്കൂൾ ക്ലാസ്സിലും കോളേജ് ക്ലാസ്സുകളിലും ഒക്കെ അവർക്ക് അവിടെ പഠിക്കാൻ കിട്ടുന്ന അവസരം. ഈ അവസരത്തെ ഇതേ തരത്തിലുള്ള ഒരു നല്ല ഫോക്കസ്ഡ് ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് പോകുമ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം പോകുന്നതിനകത്തിലെ ഈ IAS മുമ്പേ സാർ പറഞ്ഞതിനോടൊപ്പം തന്നെ IAS IFS തന്നെ ഇന്റർനാഷണൽ തലത്തില് ഇന്റർനാഷണൽ മീഡിയേഷൻ, ഇന്റർനാഷണൽ ആർബിട്രേഷൻ, ഇന്റർനാഷണൽ കൺസലേഷൻ, ലോ ഓഫ് ദ CA, ഇത്തരത്തിലുള്ള അതായത് ട്രമൻഡസ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി. ഞാൻ ഇന്റർനാഷണൽ ലോ പഠിക്കുന്ന ഒരാളും പഠിപ്പിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ട്രമൻഡസ് ഓപ്പർച്യൂണിറ്റീസ്. ആൻഡ് അത് മാത്രമല്ല അവരെ സംബന്ധിച്ചിടത്തോളം മോസ്റ്റ് ഓഫ് ദ കേസ് അവർക്ക് കിട്ടുന്ന കറൻസി യൂറോയിലും ഡോളറിലും ഒക്കെ കിട്ടുമ്പോൾ ഈ പറയുന്ന ഇന്ത്യൻ മണിയിലേക്ക് നമുക്ക് അല്ലെങ്കിൽ ഏഷ്യൻ കറൻസിയിലേക്ക് നമുക്ക് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ ഗ്രോത്ത് ഉണ്ട്. അതിനകത്തിൽ ഇത്രയും ഒരു ട്രെയിനിങ് അവർക്ക് കിട്ടുമ്പോഴത്തേക്ക് ഗ്ലോബലി ആരുമായിട്ടും കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രെങ്തൻ ചെയ്യുവാണ് അവരെ. അപ്പൊ ആ സ്ട്രെങ്തൻ ചെയ്യുന്നതാണ് എനിക്ക് ബാബു സാർ ഒരു വലിയ തലമാണ് സാർ ഓപ്പൺ ചെയ്തത്. നമ്മുടെ സൊസൈറ്റി യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇത്തരത്തിലേക്ക് ഒരു വാസ്റ്റായിട്ട് ചിന്തിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ്. അബ്സല്യൂട്ട്ലി ഗ്രേറ്റ്. ഞാൻ അതിനെ ആ തരത്തിൽ തന്നെ സാർ ഒരു അക്കാഡമിയുടെ തലം പറഞ്ഞപ്പോഴാണ് എനിക്ക് അതിന്റെ ആ ഒരു ഇത്രയും വാസ്റ്റായിട്ട് ആദ്യത്തെ ഒരു ക്ലാസ്സിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഇത്രയും വാസ്റ്റ് സെൻസിലേക്ക് പോകാൻ പറ്റില്ല. സാർ ആ ഇന്റർനാഷണൽ ലോയും കൂടെ വന്നപ്പോഴാണ് അതിന്റെ ഒരു ഡെപ്ത്. നമുക്ക് ആ ഇറ്റാലിയൻ കേസ് വന്നപ്പോൾ പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഷാർപ്പ് ആൻഡ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലോയർ നമുക്കില്ലായിരുന്നു എന്നുള്ള ഒരു കാര്യത്തിനകത്ത് പലപ്പോഴും കോൺസ്റ്റിറ്റ്യൂഷൻ ഇഷ്യൂസും ടെറിട്ടോറിയൽ ഇഷ്യൂസും ഒക്കെ വരുമ്പം CA ബാക്കിയൊക്കെ നടന്നതിനകത്ത് വരുന്ന ഇഷ്യൂസ് വരുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ശരിക്കും വാദിക്കാൻ പറ്റുന്ന ആൾക്കാരില്ലാത്തൊരവസ്ഥയിലേക്ക് മാറിയേക്കുവാണ്. അതൊക്കെ ഈ വേദിയിൽ കൂടെ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഇപ്പൊ തന്നെ ഈ കോവിഡ് വന്നപ്പോൾ തന്നെ ഇത്തരത്തിൽ നിരവധി ഇഷ്യൂസുകൾ ഇന്റർനാഷണൽ മീഡിയാസ് ഹൈലൈറ്റ് ചെയ്യപ്പെട്ടതാണ്. അവിടെയൊക്കെ വളരെ ഓപ്പർച്യൂണിറ്റിയാണ് സാർ. ഓക്കെ, പ്ലീസ് ഞാനതൊന്ന് ആഡ് ഓൺ ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വിത്ത് യുവർ പെർമിഷൻ. താങ്ക് യു വെരി മച്ച് നാണു സർ. 1 minute സർ. ഇപ്പൊ നാണു സർ പറഞ്ഞ പോലെ ഇവിടുത്തെ കുട്ടികൾക്ക് കുറെ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇപ്പൊ അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും അവരുടെ പല കുട്ടികളായിട്ട് പല രാജ്യത്തു നിന്ന് വന്ന കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷെ അതിലും കൂടുതൽ എന്റെ അഭിപ്രായത്തിൽ ഒരു
15% അവർക്കൊരു സ്വയം എയിം, ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഒരു സ്വന്തമായിട്ട് എനിക്ക് ഇവിടെ എത്തണം, ഇന്ന പോസ്റ്റിൽ എത്തണം, അങ്ങനെ വിചാരമുള്ളവരുള്ളൂ. ബാക്കിയുള്ള നമ്മുടെ എസ്പെഷ്യലി മലയാളി പാരന്റ്സിനുള്ള കുറെ ഉണ്ട് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിസിൻ എന്ന്. ഈവൻ ആ പാരന്റ്സ് പോലും മലയാളികളായപ്പോ നമ്മുടെ പാരന്റ്സ്, ഇപ്പൊ നമ്മളൊക്കെ പാരന്റ്സ് ആണ് കുട്ടികളുടെ, ആ പാരന്റ്സിന് നമുക്ക് അറിയാം ഇപ്പൊ കളക്ടറുടെ പോസ്റ്റ് എന്താണ്, അവർക്കുള്ള അവരുടെ ആ പോസ്റ്റിനുള്ള വാല്യൂ എന്താ, അവർക്ക് എത്രത്തോളം സൊസൈറ്റിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള അവരുടെ പവറും ഒക്കെ അറിയാം. എന്നാ പോലും ഈ പാരന്റ്സ് പോലും ചിലപ്പോ കുട്ടികളെ എഞ്ചിനീയറിംഗ് മെഡിസിൻ അല്ലാതെ നീ ഒരു സിവിൽ സർവീസ് എക്സാമിനേഷൻ എഴുതാൻ മോട്ടിവേറ്റ് ചെയ്യാത്ത ധാരാളം പാരന്റ്സ് ഉണ്ട്. ഈവൻ ആസ് എ ടീച്ചർ ഞാൻ കുട്ടികളോട് ഇപ്പൊ കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലായതുകൊണ്ട് എന്തൊക്കെ ഓപ്ഷൻസ് എന്ന് ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് സിവിൽ സർവീസ് എഴുതിക്കൂടാന്ന് പറയുമ്പോൾ ഈവൻ കുട്ടികൾക്ക് പോലും കുറെ കുട്ടികൾക്കൊന്നും അതിനോട് ഇൻട്രസ്റ്റ് ഇല്ല. അത് അവർക്ക് അറിയാം, ഇപ്പൊ അവയർനെസ് ഇല്ലാണ്ടായിരിക്കും ആ ഒരു പോസ്റ്റിന് എന്തൊക്കെ ഉണ്ട്, ഒരു നല്ല കാര്യങ്ങൾ എന്നുള്ളത് അറിയാത്തോണ്ടായിരിക്കും. പാരന്റ്സിന്റെ സൈഡിലും കുറെ മോട്ടിവേഷൻ കൊടുക്കാറുണ്ടെന്ന് തോന്നുന്നു. ഐ മീൻ ഇപ്പൊ നാൻസ പറഞ്ഞ പോലെ ഇവിടെ കുറെ അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിലും ഒന്ന് കുട്ടിയിൽ നിന്ന് വരണം, അല്ലെങ്കിൽ അതിൽ പാരന്റ്സ് അതിനുള്ള ഒരു ഇത് പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കണം. ഇപ്പൊ ഇതുപോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ എസ്പെഷ്യലി ഓൺലൈൻ ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ഈ മിഡിൽ ഈസ്റ്റിലൊക്കെ ഉള്ള കുട്ടികൾക്ക് ഒരു നല്ല ഉപകാരമാണ്. അത് തുടങ്ങിയാലേ അവർക്ക് അറിയുള്ളൂ അതിന്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ. അപ്പൊ മാക്സിമം ഞങ്ങള് ഫ്രണ്ട്സ് ഇപ്പൊ സാർ പറഞ്ഞ പോലെ മാക്സിമം അത് അവയർനെസ് കുട്ടികളിലേക്ക് എസ്പെഷ്യലി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ഐ മീൻ കൺവേ ചെയ്യാം, ഒരു ഉപകാരമാവട്ടെ അവർക്കൊക്കെ. താങ്ക് യു സർ. ഇവിടെ ടീച്ചർ പറഞ്ഞത് ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യം, അവരൊരു ട്രാക്കിംഗ് ഒരു പ്രശ്നമാണ്. അവരെ ഒരു 8ാം ക്ലാസ്സിൽ എത്തുമ്പോൾ അവരെ ഒരു ട്രാക്കിലേക്ക് എത്തിക്കുക എന്നുള്ളത് അധ്യാപകരുടെയും പേരൻസിന്റെയും ഒരു ഉത്തരവാദിത്വമാണ്. ട്രാക്കിൽ എത്തിക്കഴിഞ്ഞാൽ ആ കുട്ടി രക്ഷപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവർ കിട്ടാൻ പോകുന്ന എക്സ്പോഷർ ലോകത്തെ ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകരുടെ അടുത്തേക്ക് കുട്ടി പോകും. ലോകത്തിലെ ഇതേ സമപ്രായക്കാരായ കുട്ടികൾ എന്താണെന്ന് അവർക്ക് കണ്ടു പഠിക്കാൻ സാധിക്കും. അപ്പൊ അവർ 10 പേരുടെ ഒരു ഗ്രൂപ്പ് അങ്ങ് ഉണ്ടാവുകയാണ്. ആ ഗ്രൂപ്പിലേക്ക് ഒരു അംഗമായി കിട്ടിയാൽ മതി, ബാക്കി പിള്ളേരെ ഈ കുട്ടിയെ കൊണ്ട് ആ ഓസ്ട്രേലിയയിലും ഈ ദുബായിലും ആ പഞ്ചാബിലും ഈ ഹരിയാനയിലും അങ്ങ് കാശ്മീരിലും തമിഴ്നാട്ടിലും കേരളത്തിലുമുള്ള പിള്ളേരുടെ ആ 10 പേരുടെ ടീം, ആ ടീമിലാണ് പിന്നീട് ആ കുട്ടിയുടെ വളർച്ച മുഴുവൻ നടക്കുന്നത്. അവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിച്ച് ഈ 10 പേരും ജീവിതത്തിന്റെ ഏറ്റവും ഉയരത്തിലേക്ക് പോകുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. ഒരു ട്രാക്കിംഗ് ആണ് ടീച്ചർ പറഞ്ഞതുപോലെ. ആ ട്രാക്കിങ്ങിലേക്ക് എത്തിക്കുവാൻ നിങ്ങളുടെ കുട്ടികളെ, നിങ്ങളുടെ സ്കൂളിലുള്ള കുട്ടികളെ, പഠിപ്പിക്കുന്ന കുട്ടികളെ, സ്വന്തം മക്കളെ, കൊച്ചുമക്കളെ, ബന്ധുക്കളെ, പരിചിതരെ, അവരുടെ മക്കളെ ഈ ട്രാക്കിങ്ങിലേക്ക് എത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. താങ്ക് യു സർ. സർ, ആമുഖത്തില് ഞാൻ പറഞ്ഞ പോലെ ഗൾഫിൽ നിന്ന് ഒരു കുട്ടി IAS, IPS, IFS ഇതില് 3-ൽ ഏതെങ്കിലും ഒരു പൊസിഷൻ നേടിയെടുത്താൽ അത് തന്നെ ആയിരിക്കും ഇപ്പൊ ഉഷ ടീച്ചർ പറഞ്ഞ പോലത്തെ കൺസേൺസിന്റെ എൻഡ്. പിന്നെ ഈ കുട്ടികൾക്ക് മനസ്സിലാവും എന്താണ് IAS, IPS. കാരണം ഈ ഭാഗത്തേക്ക് അതിന്റെ ഒരു അല വരുന്നില്ല. ഈ എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ നമ്മളിപ്പോ ഈ UPSC ഇപ്പൊ റിസൾട്ട്സ് വന്ന സമയത്ത് മലയാളം പത്രങ്ങളിലോ മറ്റു കാര്യങ്ങളിലോ മാത്രം വരുന്ന ഒരു ന്യൂസ് ആണത്. അപ്പൊ കുട്ടികളിലേക്ക് ഈ ന്യൂസ് എത്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഉഷ ടീച്ചറെ പോലുള്ള ടീച്ചർമാരും സാമൂഹ്യ പ്രവർത്തകരും ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കും. അതുകൂടെ ഇതുപോലെ ഒരു കുട്ടിയെങ്കിലും ഇവിടുന്ന് നേടി വന്ന ദിവസം നമുക്ക് ഒരു സ്റ്റാർട്ട് കിട്ടും. ആ സ്റ്റാർട്ടിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നിച്ച് പരിശ്രമിക്കാം. സാറിന്റെ അക്കാഡമി ഇത്രയും വലിയൊരു സർവീസ്, അതായത് പ്രിലിമിനറി പാസ്സായ കുട്ടിക്ക് 15,000 രൂപ തിരിച്ചു കൊടുക്കുന്ന ഒരു ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ അക്കാഡമിയുടെ ലക്ഷ്യം തന്നെ മനസ്സിലാവും. ജനനന്മ അല്ലെ കുട്ടികളുടെ നന്മ, സമൂഹത്തിന്റെ നന്മ എന്ന് പറഞ്ഞ ഒറ്റ കാരണം മാത്രമാണ് നിങ്ങളെ ഇതിനകത്തേക്ക് നയിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കാം. നമ്മളെ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായിരിക്കും. 7 മണിയായി. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. എല്ലാവരും വളരെ നല്ല അഭിപ്രായം എനിക്ക് നേരിട്ട് അറിയിച്ചിട്ടാണ് പോയിരിക്കുന്നത്. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. പലരും ഇപ്പോൾ പോകാൻ തയ്യാറല്ല, എന്നാലും നമുക്കിത് ക്ലോസ് ചെയ്യേണ്ട സമയമാണ്. താങ്ക് യു വെരി മച്ച്. സാറ് ക്ലോസ് ചെയ്തോളൂ. സന്തോഷം. ഒരു കാര്യം
എനിക്ക് വന്നിരിക്കുന്ന മെസ്സേജിൽ 2 പേര് സാറിന്റെ അടുക്കലെ അഡ്മിഷൻ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് 2 പേര് എനിക്ക് ഓൾറെഡി മെസ്സേജ് ഇട്ടേക്കുന്നത്. 2 പേര് ഓൾറെഡി ഇത് വേണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ എന്റെ വീട്ടിൽ തന്നെയുള്ള ഒരു ഫാമിലി മെമ്പർ ആണ് ഇട്ടേക്കുന്ന മെസ്സേജ്. ഇതിനകത്തിലേക്ക് എന്നോട് അഡ്മിഷൻ എടുത്ത് കൊടുക്കണം ഈ സാറിന്റെ അടുക്കൽ എന്ന് പറഞ്ഞ് മെസ്സേജ് എനിക്ക് ഇതിനകത്തിലേക്ക് എടുത്ത്. നമ്മുടെ ലക്ഷ്യം ഇപ്പൊ തന്നെ കണ്ടു. നമ്മൾ ഒരു കുട്ടിയെ ചോദിച്ചത് 2 കുട്ടിയെ കിട്ടിക്കഴിഞ്ഞു. അതിനെ മുകളിൽ തന്നെ നമ്മളുടെ ഇന്നത്തെ സെമിനാർ സക്സസ് ആണ്. നമ്മുടെ ഇന്നത്തെ IAS എത്തട്ടെ. നമുക്ക് സന്തോഷ് സാറ്, നാണു സാറ്, വേറൊരു കാര്യമുള്ളൂ. ഇപ്പൊ ഒരു സ്കൂള് അവരുടെ പേരൻസും അവരുടെ ടീച്ചേഴ്സും സ്റ്റുഡൻസിന് വേണ്ടി ഒരു വെബിനാർ വേണമെന്ന് ആവശ്യപ്പെട്ടാലും നമുക്ക് നടത്തി കൊടുക്കാം. കാരണം തീർച്ചയായിട്ടും നമ്മൾ അതിന് വേണ്ടി ശ്രമിക്കാം സാർ. നമ്മൾ അതിന് ശ്രമിക്കാം. സാറ് കൺക്ലൂഡ് ചെയ്തോളൂ. സാറേ, ഞാൻ അവസാനം ഒരു കാര്യം മാത്രം സൂചിപ്പിക്കാനുള്ളത്, ഇപ്പൊ നിങ്ങൾ ഇത്രയും പേര് ചെയ്യുന്നത് നമ്മൾ പറയാറുണ്ട് ഒരു വലിയൊരു സാമൂഹിക സേവനമാണ്. ഇന്നത്തെ ലോകത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് അറിവാണ്. അറിവിൽ ഏറ്റവും വലിയ അറിവെന്ന് പറഞ്ഞാൽ അറിവിനെ കുറിച്ചുള്ള അറിവാണ്. ഇന്ന് ഈ പിള്ളേർക്ക് ഇല്ലാതെ പോകുന്നതും അത് തന്നെയാണ്. അപ്പോൾ അറിവിനെ കുറിച്ചുള്ള അറിവ് കൊടുക്കാൻ വേണ്ടി എനിക്ക് സത്യത്തിൽ ഇവിടെ കാരണമായി തീർന്ന 2 വ്യക്തിത്വങ്ങൾ, ഒന്ന് നമ്മുടെ അഡ്വക്കേറ്റ് നാണു വിശ്വനാഥൻ സാറാണ്. ഞങ്ങൾ ഒരു വെബിനാറിൽ നിന്ന് എന്നെ അടുത്ത വെബിനാറിലേക്ക് ഇങ്ങനെ ഇടത്തെ കസേരയിൽ നിന്ന് വലത്തെ കസേരയിലേക്ക് മാറ്റിയിരുത്തി 3-ാം പൊക്കം വേറൊരു വെബിനാറിലേക്ക് എത്തിച്ചത് നാണു സാറും പിന്നീട് സന്തോഷ് സാറിന്റെ ഒരു വലിയൊരു ഇടപെടൽ, പെട്ടെന്നൊരു തീരുമാനം. സന്തോഷ് കട്ടെ സാറ് ഇങ്ങനെ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഞാൻ വളരെ ഒരു അത്ഭുതത്തോടെ നോക്കി. പിറ്റേ ദിവസം സാറ് പറഞ്ഞു, സാർ ഇത് നടത്തുന്നു. അപ്പോൾ സാറിന്റെ മുമ്പിൽ യെസ് എന്ന ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ വണ്ടി അങ്ങ് വിട്ടു പോവുകയാണ്. പിറ്റേ ദിവസം രാവിലെ ഞാൻ കണ്ടപ്പോൾ ഞാൻ ഏറ്റുവന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് വാട്സാപ്പിൽ അതിന്റെ പോസ്റ്ററാണ്. സാറെ ഏതൊക്കെയാലും സാറിന്റെ ആ നേതൃത്വത്തെ പ്രത്യേകമായിട്ട് നമിക്കുന്നു. വലിയൊരു സർട്ടിഫിക്കറ്റ് ആണ്. പോലെയുള്ള 10 പേരുണ്ടെങ്കിൽ എന്ത് അസാധ്യ കാര്യവും സാധ്യമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് നാണു സാറിനെയും പ്രത്യേകം നേതൃവാസിനെ സ്മരിച്ചുകൊണ്ടും ടെക്നിക്കലി ഞങ്ങളെ ഇന്ന് ഇത്രയും കാലം സുരക്ഷിതമായിട്ട് എത്തിച്ച് സുനിൽ സാറിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സർ. താങ്ക് യു. ബൈ. താങ്ക് യു.